അസ്സലാമലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ 9ാം ക്ലാസ്സിലെ മക്കളെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ കമൻറ്റ് ചെയ്താൽ 9ാം ക്ലാസ്സിൻ്റെ പേപ്പർ എവിടെയെന്ന് ചോദിച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം കിട്ടി. ഇപ്പോൾ മദ്രസ സിലബസിൽ ഏറ്റവും പ്രയാസമുള്ളൊരു വിഷയങ്ങളിൽ ഒന്നായിരിക്കും 9ാം ക്ലാസ്സിൻ്റെ ഫിക്ക്. നമുക്കത് ഈസി ആയിട്ട് തന്നെ പഠിക്കാം. 4 വർഷത്തെ ഉത്തരങ്ങൾ ആവർത്തിച്ചുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറാവാം. നമുക്കിവിടെ ഒന്നാമത്തെ ചോദ്യം മക്കളെ, ഇസ്തിലാഉ അലാ ഹഖി ഗൈരിൻ അൽ ഗസ്ബു. വേറെ ഒരാളുടെ അധികാരത്തിലുള്ള വസ്തുവിന്മേൽ നമ്മൾ അപഹരിച്ചെടുക്കുക, അതിനാണ് ഗസ്ബ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് വേറെ ഒരാളുടെ സ്ഥലം, ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ ഗൾഫിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ അതിര് തിരക്കി അപ്പുറത്ത് നമ്മളൊരു തേക്കും തൈ കുഴിച്ചിട്ട് പിന്നെ അപ്പുറത്ത് നമ്മൾ വലിയൊരു ചുള്ളിക്കൊമ്പോണ്ട് ഒരു മതിലുണ്ടാക്കിയാണ്ട് അതിനാണ് ഗസ്ബ് എന്ന് പറയാം. കയ്യും കൊള്ളവൻ കാര്യക്കാരൻ, ചീഞ്ഞ പരിപാടിയാണ് കേട്ടോ. അത് പച്ച മലയാളത്തിൽ ഹറാമാണ്. 2 തുദിഹിബു വഹറ സ്വദേര്യൻ അൽ ഹദിയത്തു. ഹദിയ കൊടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിലുള്ള പകയും വെറുപ്പൊക്കെ അതുകൊണ്ട് ഇല്ലാതാകും അല്ലേ. ഹദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വെറുതെ ഒരു സാധനം കൊടുക്കുക, അത് കാരണമായിട്ട് അയാൾക്ക് നമ്മളോടുള്ള ഈറയും വെറുപ്പൊക്കെ പോകും. ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ നമ്മളെ പറ്റി വിചാരിച്ചേക്കുക ഓൻ ഇനിയൊന്നും പറ്റൂല, ഇനി വെറുപ്പേക്കൊന്ന് കരുതി നിൽക്കേക്കും. ആ സമയത്ത് നമ്മൾ അയാൾക്കൊരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക, ഒന്നും വേണ്ട, ഒരു ചീനച്ചട്ടി കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മളോടക്ക് പെട്ടെന്ന് വിരുന്നാരും വന്നു, അപ്പോൾ അങ്ങോട്ട് കുറച്ച് മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് സഹകരിച്ചു വെറുതെ. എന്നാലും ഒരു മനസ്സിൽ കരുതാം, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് സ്നേഹം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലുള്ള ദേഷ്യമൊക്കെ പോകാൻ അത് കാരണമാകും ഹദിയ കൊണ്ട്, അഥവാ വെറുതെ കൊടുക്കുക. അടുത്ത വർഷം 10ാം ക്ലാസ് പൊതുപരീക്ഷ. സാധാരണ എല്ലാ ക്ലാസ്സിലും ലിസാന് ശരാശരി 10 പാടാം, പക്ഷേ 10ാം ക്ലാസ്സിലും 16 പാടാം. ആശങ്ക വേണ്ട, ഈ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? എങ്കിൽ 10ാം ക്ലാസ് ലിസാന് മാർക്കീസിലൂടെ ഞാൻ ഈസിയാക്കി പഠിപ്പിച്ചു തരും. ഏത് സമയത്തും സംശയം ചോദിക്കാം, പക്ഷേ മഗ്‌രിബിശാഹിൻ്റെ ഇടയിൽ നിങ്ങളുടെ സംശയം തീർത്ത് തരാനും ഞാനുണ്ടാകും. അതും ഒരു വർഷത്തിന് വെറും 99 രൂപ മാത്രം. 2 മുതൽ 10 വരെ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ലിസാൻ ഉണ്ട് കേട്ടോ. കൂടെ പോളിംഗ്, ക്ലാസ് ടെസ്റ്റും, ക്വിസ് രൂപത്തിലുള്ള മാസ പരീക്ഷയും ക്യാഷ് പ്രൈസും, പരീക്ഷകളിൽ ഫുൾ മാർക്ക് നേടാനുള്ള സഹായവും. കൂടുതൽ അറിയാൻ കമൻറ്റ് ബോക്സിലുള്ള നമ്പർ സേവ് ചെയ്ത് വാട്സപ്പിൽ ഹായ് എന്ന് അയച്ചോളൂ. ഓട്ടോമാറ്റിക്കായി ഗ്രൂപ്പിലേക്ക് ലഭിക്കും, ജോയിൻ ചെയ്തോളൂ. 3 ഫറസു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫറസ് അഥവാ കുതിരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായ്പ വാങ്ങിയിരുന്നു അല്ലേ. അതിൻ്റെ പേരെന്തായിരുന്നു ആ കുതിരൻ്റെ? മൻദൂബുൻ എന്നായിരുന്നു കേട്ടോ. 4 സ്വലാഹുദ്ദീനി വൽ മാലി. ഒരു വ്യക്തിയുടെ സമ്പത്തും ഒരു വ്യക്തിയുടെ ദീനും നല്ല രീതിയിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർ റുഷ്ദു, തൻ്റേടാണ്. തൻ്റേടുള്ള ആളുടെ സമ്പത്ത് നല്ല രീതിയിലേക്കും, അയാൾ നല്ല ഹലാലായ രീതിയിലേക്കും സമ്പത്ത് ഉണ്ടാക്കുക. അത് ഹലാലായ രൂപത്തിൽ അയാൾ ചിന്തിച്ചാണ് ചിലവഴിക്കുക. ഇപ്പോൾ ഒരു മാസം ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപ ശമ്പളമുള്ള നമ്മുടെ കല്യാണത്തിന് അദ്ദേഹം പിരമിഡിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ബുർജ് ഖലീഫിൻ്റെ രൂപത്തിലുള്ള മുട്ടായി കൊടുത്താൽ, അല്ലെങ്കിൽ ഐഫോൺ 70 Pro ഇറങ്ങിക്കണോ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ അതെന്താണ്? തൻ്റേടല്ലാത്തതുകൊണ്ടാണ്. കാരണം അത് വീട്ടാൻ അവന് പിന്നെ വർഷങ്ങളോളം എടുക്കണം. സ്വാഭാവികമായിട്ടും അയാൾക്ക് വിവാഹത്തിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ കഴിയൂല, അനുഭവിക്കാൻ കഴിയൂല. അല്ലെങ്കിൽ അതൊന്നും കൊടുക്കേണ്ട എന്നല്ലോ നന്മമാരാകല്ല. അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രമേ നമ്മൾ വരുമാനം കൂട്ടണം കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ സ്വലാഹുദ്ദീന്, ദീന് നന്നാകുക അഥവാ ദീനിയായ അറിവുകൾ എൻ്റെ മക്കൾ ഇപ്പോൾ പഠിക്കുന്നത് പോലെ പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ച് കൃത്യമായ ആരാധനാ കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടും ക്ലിയറായ അയാളാണ് തൻ്റേടുള്ള ആൾ എന്ന് പറയാം. സൂപ്പറാന്ന് പറയില്ല നമ്മൾ, അതിന് തൻ്റേടുള്ള ആളെ പറ്റി പറയാം കേട്ടോ. അടുത്തത് ബയോ ഷെയ്ഇൻ മൗസൂഫിൻ ഫിദ്ദിമ്മത്തി അസ്സലമു. സലമ് കച്ചവടം ഉണ്ട് അല്ലേ. എന്താണിത്? ഉത്തരവാദിത്വത്തിൽ വിശേഷണം പറഞ്ഞുകൊണ്ട് ഒരു സംഗതി വിൽക്കുക എന്ന് വെച്ചാൽ എന്താ? ഉദാഹരണമായിട്ട് ഒരു ബിൽഡിങ് എന്ന് കൂട്ടിക്കോളി. ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ വാർപ്പ് വരെയുള്ള സംഗതികളൊക്കെ പൂർത്തിയാക്കണം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ചിലവുകൾ വരിക. അപ്പോൾ അത് നിർമ്മിക്കണ ഒരു പറയുകയാണെന്ത്, ഇവിടെ നല്ലൊരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അതിന് 50 ലക്ഷം ഉറുപ്പ്യാണ്, അതിൻ്റെ ഈ രൂപങ്ങൾ, അതിലിങ്ങനെയൊക്കെ സൗകര്യമുണ്ട് അങ്ങനെയൊക്കെ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വില കണ്ടിട്ട് അവരെന്ത് ചെയ്യും? ആ പണി പൂർത്തിയാകുന്ന മുമ്പേ ഓരോ വിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ല? അങ്ങനെ ഉണ്ടല്ലേ. അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ഓരോ വിൽക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ പൈസ കിട്ടും. അപ്പോൾ ആ പൈസ വെച്ചിട്ട് പിന്നെ പോലെ എന്ത് ചെയ്യും? ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കും അല്ലേ. അതാണ് സംഗതി. അതിൻ്റെ വിശേഷണം പറഞ്ഞിട്ട് പോലെ കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പൈസ വെച്ചിട്ട് പോലെ ആ പണി പൂർത്തിയാക്കണത്. കാരണം വലിയ വലിയ പരിപാടിയല്ല, ഒന്നും ചെയ്യാൻ എല്ലാവർക്കും അതിന് മാത്രമുള്ള സാമർത്ഥ്യം കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിയണവർ ചെയ്യും, അല്ലാത്ത മൂലൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇടപാട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളി, ഹലാലാണ് എന്നർത്ഥം. ഇനി അടുത്തത്
നമുക്ക് വേർതിരിക്കാനാണ് കേട്ടോ. മേലുണ്ട് വേർതിരിക്കാനുള്ള ആൾക്കാർ മേലുണ്ട്, രണ്ടെണ്ണമാണ്. ഒന്ന് അറക്കാനൊരു ഹിജാറത്തി, വാടകയ്ക്ക് കൊടുക്കണതിൻ്റെ റുക്കനുകൾ. ഒന്ന് മുക്കത്തരി, മൻഫായത്ത്, മുക്കിരി, ഉജറത്ത്. വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ, വാടകയ്ക്ക് വാങ്ങുന്ന ആൾ, വാടകയ്ക്ക് നൽകുന്ന വസ്തു കൊണ്ടുള്ള ഉപകാരം, ആ വാടകൻ്റെ കൂലി. ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടി നടക്കുകയാണ്, നമുക്കൊരു ദാർപ്പായി 4 കസാലയും വാടകയ്ക്ക് വേണം അല്ലേ. ദാർപ്പായി വാടകയ്ക്ക് കൊടുന്നെന്ന് വെച്ചാൽ തീർന്നു പോകും. ഇല്ലല്ലോ, മെയ്ത്തിരി ഒന്നും അല്ലല്ലോ. മെയ്ത്തിരി ഒന്നും വാടകയ്ക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം ആ സമ്പത്ത് വാടകയ്ക്ക് വാങ്ങിയ സാധനം അവിടെ ബാക്കിയായിട്ട് നിൽക്കണം. മെയ്ത്തിരി ഒന്നും വാടകയ്ക്ക് വാങ്ങാൻ പറ്റില്ല, കത്തിച്ച് തരുന്ന തീർന്നു. അല്ലെ, നമ്മൾ ദാർപ്പായി വാങ്ങുന്നു, നമ്മൾ ദാർപ്പായി അവിടെ കെട്ടുന്നു. അപ്പോൾ അതിന് ചെറിയൊരു വാടക, ഒരു 50 റുപ്യ വാടക കൊടുത്താൽ മതി. നമ്മൾ വാടകയ്ക്ക് അല്ലാതെ ഈ ദാർപ്പായി വാങ്ങുകയാണെങ്കിലോ ചിലപ്പോൾ അതിന് 500 റുപ്യ കൊടുക്കേണ്ടി വരും. നമുക്ക് ഒരു ദിവസത്തെ കാര്യമില്ലുള്ളൂ, അതിന് സാധനം ഒരു ദിവസത്തെ കിട്ടിയാൽ പോരെ. അപ്പോൾ നമ്മൾ ആ 50 റുപ്യക്ക് അവിടെ ദാർപ്പായി കെട്ടുന്നു, നമുക്കതുകൊണ്ട് ഉപകാരം കിട്ടിയില്ലേ. അതാണ് മൻഫഅത്ത്, ഉപകാരം. എന്താണ്? മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, ഉപകാരം കിട്ടി. പിന്നെ ആ വാങ്ങുന്ന ആളാരാണ്? നമ്മൾ വാങ്ങുന്ന ആൾ ഇവിടെ ഉണ്ട്. അത് തരുന്ന ആളാരാണ്? അതിൻ്റെ ആൾക്കാർ, വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വാടകയും കൊടുക്കും. ഉജറത്ത് എത്ര കൊടുക്കുക? 50 റുപ്യ. ഉദാഹരണമായിട്ട് 50 റുപ്യ കൊടുക്കും. അപ്പോൾ 4 ആയില്ലേ, 4 റുക്കനുകളുമായി. ഇതിനാണ് വാടകയ്ക്ക് കൊടുക്കുക, ഇജാറത്ത് എന്ന് പറയാം. ഇനി രണ്ടാമത്തത് അർക്കാനുൽ ഖിറാദി അല്ലേ, ലാഭക്കൂറ് കച്ചവടം. എന്താ പരിപാടി? അതായത് ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ട് അല്ലേ, പാരമ്പര്യമായിട്ട് പണ്ടേ പൈസക്കാരായ പേരുള്ള ആൾക്കാരുണ്ടാവും. ചിലരൊക്കെ പറയലുണ്ട് പൈസക്കാരെ വീട്ടിലെ മൈൻഡ് എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, വേറെ കാര്യം. അപ്പോൾ ചില ആൾക്കാർക്ക് പൈസ നല്ലോണം ഉണ്ടാവും, നല്ല സ്ഥലം ഉണ്ടാവും വിറ്റുകാണ്ടൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാവും, നല്ല ചിന്താഗതിയിലുള്ള, പ്രത്യേകിച്ച് ബാക്ക് ബെഞ്ചേഴ്സ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾ, കച്ചവടം ചെയ്യുന്ന ആൾ, ഓനാണ് ആമിൽ, ഇവിടെ ഒന്നാമത്തെ റുക്കിലുള്ള ആൾ. പിന്നെ റിബ്ഹ്, ഈ കച്ചവടത്തിൻ്റെ ലാഭം ഞാൻ പറഞ്ഞ കേട്ടോ. റിബ്ഹ് ലാഭം. മാലിക്ക് ഈ പൈസൻ്റെ ഉടമസ്ഥൻ, മാലിക്ക്. അൽ മാല് സമ്പത്ത് അഥവാ പൈസ. അപ്പോൾ ഈ പൈസ ഉള്ള ആൾ ബിസിനസ് ചെയ്യാൻ അന്തമുള്ള ചെങ്ങായിൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നു, അവൻ അത് വെച്ച് ബിസിനസ് ചെയ്യുന്നു. എന്നിട്ട് മുതലാളി പറയുന്നു 50-50, ഞാൻ എൻ്റെ പൈസ എനിക്ക് തന്നു, എൻ്റെ ബുദ്ധിയും സാമർത്ഥ്യവും കഴിവ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്തോ, എനിക്ക് പകുതി ഇച്ചു പകുതി. അല്ലെങ്കിൽ പിന്നെ 3-2 ഭാഗം എനിക്ക്, 3-1 ഭാഗം എനിക്ക്. ഇതാണല്ലോ ഖിറാദ് പരിപാടി. ഇതും പറ്റും അല്ലേ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ, കാരണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാമല്ലോ. നിങ്ങളൊക്കെ നല്ല ബുദ്ധിയും സാമർത്ഥ്യമുള്ള കുട്ടികളാണ്. ഇനി നമുക്ക് അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് കേട്ടോ. ഹിബത്തു സ്വബീ വഗൈരി ആഖലിൻ, ബുദ്ധി ഇല്ലാത്ത ആളും കുട്ടിയായ ആളും ഒരു വെറുതെ കൊടുക്കുക എന്നുള്ള സംഗതി ശരിയാവില്ല. കാരണം അവർക്ക് എന്താ വെറുതെ കൊടുക്കേണ്ടതെന്ന് അറിയില്ല അല്ലേ, രണ്ടൊക്കെ അറിയില്ല. പ്രത്യേകിച്ച് വിശദീകരിക്കൊന്നും വേണ്ടല്ലോ. അതുകൊണ്ടാണ് ചെറിയ എത്തിയും കുട്ടികൾക്കൊന്നും ഓലെ സമ്പത്ത് അപ്പം തന്നെ കൈകാര്യം ചെയ്യാൻ കൊടുക്കാത്തത്. ഓലെ വാപ്പ മരിച്ചിട്ട് വാപ്പാൻ്റെ സമ്പത്ത് പ്രത്യേകിച്ച് അപ്പം തന്നെ കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കില്ല. കാരണം സമ്പത്ത് കൈകാര്യം ചെയ്യാനൊരു പക്വത ഉണ്ട് അല്ലേ, അത് ഇവർക്കില്ല. അപ്പോൾ അടുത്തത് ഇയാറത്തു ഷമൈൻ ലിൽ വഖൂദി, മെയ്യ് കത്തിക്കാൻ വേണ്ടിയിട്ട് വായ്പ കൊടുക്കുക. അത് ശരിയാവോ? ഇല്ല, ആ സംഗതി ബാക്കിയാവില്ല. മെയ്യ് കത്തിച്ച് കഴിഞ്ഞാൽ തീരുമോ? അത് ശരിയാവില്ല. അടുത്തത് ഇജാറത്തു ലി തഅലീമി ഖുർആനിൻ, ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂലി കൊടുക്കുക അല്ലേ. ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാറുണ്ട്, അതെന്താണ്? ശരിയായിട്ടുള്ള രൂപമാണ്. ഇനി അടുത്തത് അർറഹിനു ബിഷർത്തി മാ യദുറു റാഹിനു, പണയം വെച്ച ആൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നിബന്ധന വെച്ചിട്ട് പണയം വെക്കുക. ഉദാഹരണമായിട്ട് എന്തിനാണ് പണയം? ഇപ്പോൾ ഒരാൾ പൈസ എന്തോ തന്നു, അപ്പോൾ ആ പൈസ അഥവാ തിരിച്ചു തരാൻ കഴിയൂല എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ അതിനാണ് പണയമായിട്ട് ഇയാളുടെ സമ്പത്ത് എന്തെങ്കിലും ഇവിടെ കൊടുക്കുന്നത്. മിക്കവാറും സ്വർണ്ണമാണ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അല്ലേ, ആ പൈസക്ക് പകരമായി നിൽക്കാൻ പറ്റിയത്. അഥവാ കടം വീട്ടാൻ പറ്റിയില്ലെങ്കിൽ ഇയാൾ ഈ സംഗതി വിറ്റുകൊണ്ട് അയാളെ പൈസ എടുക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇയാൾക്ക് 1,00,000 രൂപയാണ് വേണ്ടത്. അപ്പോൾ ഇയാൾ പണയമായിട്ട് പറയുകയാണ് നിന്നെ, അഥവാ ഇയാൾ ഗൾഫിക്ക് പോവാണ്. അപ്പോൾ നീ ഗൾഫിക്ക് പോകണമല്ലോ, ഇയാൾക്ക് ടിക്കറ്റിനും വിസയ്ക്കൊക്കെയാണ് 1,00,000 രൂപ ആവശ്യം. ആയിക്കോട്ടെ, 1,00,000 രൂപ ഞാൻ നിനക്ക് തരാം. നീ ഏതായാലും ഗൾഫിക്ക് പോവാണല്ലോ, നിൻ്റെ ബൈക്ക് അവിടെ വെറുതെ കിടക്കല്ലേ, നിൻ്റെ ബൈക്ക് എനിക്ക് പണയമായിട്ട് തരണമെന്ന് പറഞ്ഞു. മാത്രമല്ല അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിൻ്റെ ബൈക്ക് നീ വരുവോളം ഞാൻ ഉപയോഗിക്കും, അതും കൂടി സമ്മതിക്കണം എന്ന് പറഞ്ഞു. അത് നടക്കുന്ന കാര്യമാണ്? അല്ല, അത് നടക്കൂല, ഉപയോഗിക്കാൻ പറ്റൂല. അത് പണയം വെച്ചാൽ ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ് അല്ലേ. അയാളുടെ ഓയിൽ, അയാളുടെ എൻജിന്, ടയർ ഒക്കെ അവിടെ ചിലവായി. അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ 6,000 റുപ്യക്ക് വേറെ ചിലവ് വരും. പണയമായിട്ട് കൊടുക്കുക, പക്ഷെ അത് ഉപയോഗിക്കും
എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാട്ടോ. ഇനി അടുത്ത മക്കളെ ആരിഫ് നമുക്ക് എന്ത് ചെയ്യാനാണ്, പിന്നെ അതിൻ്റെ താരിഫ് എഴുതാനാണെന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്ന് എഴുതാനാണ് കേട്ടോ. ലുക്കത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മാ ഉജിത മിൻ മാലിൻ ലോയിൻ മൊഹത്തറമിൻ, ആൾക്കാരൊക്കെ ഒന്ന് പരിഗണിക്കുന്ന ഒരു വസ്തു, അത് നമുക്ക് വയ്യുന്ന വീണ് കിട്ടി, അല്ലെങ്കിൽ എവിടുന്നേലൊക്കെ വീണ് കിട്ടി, ആ സംഗതിക്കാണ് ലുക്കത്തത്ത് എന്ന് പറയാം അല്ലേ. ഒരു പല്ല് തോണ്ടണ ഈർക്കളി വീണ് കിട്ടി അല്ലേ, ഹോട്ടലിൽ നിന്ന് ഒരാൾ എടുത്തു പോകുന്നതിന്, അതൊക്കെ ആരെങ്കിലും എണ്ണത്ത് കൂട്ടുമോ? ഇല്ല. ഒരു വാച്ച് നമുക്ക് വീണ് കിട്ടി അല്ലേ, അതെല്ലാവരും എണ്ണത്ത് കൂട്ടും അല്ലേ. അതുകൊണ്ട് അത് ഒരു പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്, അത് ലുക്കത്തത്തിൽ വരും, അഥവാ വീണ് കിട്ടിയ വസ്തുവിൽ വരും. അപ്പോൾ നമ്മളത് പരസ്യം ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു വർഷം നമ്മൾ പരസ്യം ചെയ്യണം. ഇപ്പോൾ നമുക്ക് നല്ല സുഖമാണ്, വാട്സപ്പിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാണ് വിട്ടാൽ മതി, വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു വർഷത്തിനിടയിൽ ആൾ തിരിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്കത് എടുക്കാം. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തു, പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമ കറക്റ്റ് തെളിവും സഹിതം വന്നാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് ചിലവൊന്നുമില്ലല്ലോ, അയാളെ സമ്പത്തല്ലേ, നമുക്ക് എന്നാലും 2 വർഷം ഉപയോഗിക്കാൻ കിട്ടിയില്ലേ. പിന്നെ പരസ്യം ചെയ്യാൻ വലിയ ചിലവൊന്നുമില്ല, വാട്സപ്പിൽ ഒരു ഫോട്ടോ എടുത്ത് വിടാനുള്ളൂ. പോട്ടെ. അടുത്തത് അല്ല ആരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അഖ്ദുൻ യതളമ്മനു ഇബാഹത ഇന്തിഫായി മാ യഹല്ലുൽ ഇന്തിഫാഉ ബിഹി മാ ബഖാഇ ഐനിഹി. സംഭവം വായ്പ കൊടുക്കുകയാണ്. വായ്പ കൊടുക്കുമ്പോൾ എങ്ങനെ, നമുക്ക് ഉപയോഗിക്കൽ അനുവദനീയമായ ഒരു വസ്തു അതിൻ്റെ ആ കൊടുത്ത തടി ബാക്കിയാണ് രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഉദാഹരണമായിട്ട് അല്ലേ, നമ്മൾ അയൽവാസി താത്താരൊക്കെ എന്ത് ചെയ്യും, എടീച്ചൊന്ന് കല്യാണത്തിന് പോകാണ്ട് എൻ്റെ മാലൊന്ന് കാട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഇട്ട് പോയി. ഇപ്പം അങ്ങനെ പോലെ ഉണ്ടാവില്ല, കാരണം പണ്ടത്തിന് നല്ല വില കൂടിയില്ലേ, പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പോൾ അത് പണ്ടത്തിൻ്റെ വില. ഇപ്പം എന്ത് ചെയ്യുന്നു, ഈ ചുരിദാറൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പോലുണ്ടോണ്ട് അല്ലേ, അതിന് വായ്പ എന്നാണ് പറയാം. അപ്പോൾ ചുരിദാറാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ ഉപയോഗിക്കൽ അനുവദനീയമാവാം. അതാണ് ഇവിടെ അനുവദനീയമായ വസ്തു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ എന്തും കൂടിയും വേണം, അതിൻ്റെ തടി ഇങ്ങോട്ട് ബാക്കി വരണം. ഇപ്പോൾ ചുരിദാറാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് കല്യാണത്തിന് ഇട്ടുകാണ്ട് പോവാം. കല്യാണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, തിരുമ്പിക്കാണ്ട് മാന്യമായിട്ട് ഉണക്കിക്കാണ്ട് ഊരി കൊടുക്കണുണ്ടോ, കയ്യുമെങ്കിൽ തേച്ചുകാണ്ട് കൊടുത്തോണ്ടേ. അപ്പോൾ ഇത്തരമുള്ളൂ സംഗതി, അഥവാ ഉപയോഗിക്കൽ അനുവദനീയമായൊരു സംഗതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് തന്നെ തരിക, അതിൻ്റെ തടി ബാക്കിയായിട്ട് ഇവിടെ ഉണ്ടാവണം എന്നതാണ് അതിൻ്റെ നിബന്ധന. ഇനി അടുത്തത് ഇജാറത്ത്, വാടക കൊടുക്കുക. അതായത് തംലീഖു മൻഫഅത്തിൻ ബിഗൈവദിൻ ബിശുറൂത്തിൻ മഖ്സൂസത്തിൻ, പ്രത്യേകമായ നിബന്ധനയോടുകൂടെ ഒരു വസ്തുവിൻ്റെ ഉപകാരത്തെ ഉടമപ്പെടുത്തലാണ്. അതിൻ്റെ പകരം അതിൻ്റെ കൂലി കൊടുത്ത് കണ്ട്, നേരത്തെ നമ്മൾ ദാർപ്പായിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, ദാർപ്പായ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സംഗതി ആ ദാർപ്പായി തിരിച്ചു കൊടുത്തു, അതിൻ്റെ പകരമായിട്ട് നമ്മൾ അതിൻ്റെ കൂലിയായിട്ട് 50 ഉറുപ്പ്യം കൊടുത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ, അതാണ് സംഗതി. അടുത്തത് അല്ലേ ഹവാല എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, അഖ്ദുൻ യഖ്തളി ഇന്തിഖാല ദൈനിൻ മിൻ ദിമ്മത്തിൻ ഇലാ ദിമ്മത്തിൻ, ഒരാളുടെ ഉത്തരവാദിത്തത്തിലുള്ള കടം വേറെ ഒരാളുടെ ഉത്തരവാദിത്തത്തിലേക്കാക്കി മാറ്റുക. ഹവാലങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് നമുക്ക് സിനാന്, ആദിൽ, റാഷിദ്, ഒരു ത്രികോണം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. സിനാന് ആദിലിന് ഒരു 100 ഉറുപ്പ്യ കൊടുക്കാണ്ട്, സിനാന് ആദിലിന് ഒരു 100 ഉറുപ്പ്യ കൊടുക്കാണ്ട്, റാഷിദ് ആദിലിനും ഒരു 100 ഉറുപ്പ്യ കൊടുക്കാണ്ട്. ഇപ്പോൾ ആർക്കൊക്കെ പൈസ കിട്ടാനുള്ളത്, ആദിലിനും കിട്ടാണ്ട് സിനാനും കിട്ടാനുണ്ട്. ആർക്ക് കിട്ടാനില്ല, റാഷിദിന് കിട്ടാനില്ല അല്ലേ. ഒന്നുകൂടി ചിന്തിച്ചോളി, സിനാന് ആദിലിനാണ് 100 ഉറുപ്പ്യ കൊടുക്കാനുള്ളത്, റാഷിദ് ആദിലിന് 100 ഉറുപ്പ്യ കൊടുക്കാണ്ട്. അപ്പോൾ ആദിൽ റാഷിദിനോട് പറയാണ്, റാഷിദേ ഏതായാലും ജിച്ചൊരു 100 ഉറുപ്പ്യ തരാണ്ടല്ലോ, അത് ജിച്ച് തരണ്ട, എന്ത് ചെയ്യുക, ഞാൻ ഏതായാലും ആദിലിനൊരു 100 ഉറുപ്പ്യ കൊടുക്കാണ്ട്, എനിക്ക് തരാനുള്ള 100 ഉറുപ്പ്യ നേരിട്ടേ ആദിലിനാണ് കൊടുത്തളാ, അപ്പോൾ എല്ലാ ഇടപാടും തീരും. ഈ പരിപാടിക്കാണ് മക്കളെ ഹവാല എന്ന് പറയാം. കലങ്ങിക്കണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് 2 വീതം എഴുതാനാണ് കേട്ടോ. ഷുറൂത്തുൽ ഹവാലത്തി, ഹവാലൻ്റെ ഷർത്തുകളാണ് മക്കളെ. ഇവിടെ ഹവാലൻ്റെ എല്ലാവിധ ഷർത്തുണ്ട്, നമുക്ക് എല്ലാം ഒന്ന് മനസ്സിലാക്കി പോവാം. നിങ്ങൾ 2 എഴുതിയാൽ മതി കേട്ടോ. നമുക്കത് ഒന്ന് വരച്ച് മനസ്സിലാക്കി എഴുതണം. നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ. ഇവരാണ് നമ്മുടെ 3 ആൾക്കാർ, ഒന്ന് സിനാന്, ഒന്ന് ആദിൽ, ഒന്ന് റാഷിദ്. ഇവിടെ നമ്മുടെ സിനാന്
ആദിലിന് എത്ര കൊടുക്കാണ്ട്? 100 രൂപ കൊടുക്കാനുണ്ട്. അതേസമയം റാഷിദ് ഒരു 100 റുപ്യ ആർക്കും കൊടുക്കാണ്ട്? സിനാനും കൊടുക്കാൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് പൈസ കിട്ടാനുള്ളത്? സിനാനും കിട്ടാണ്ട്, ആദിലിനും കിട്ടാണ്ട് അല്ലേ? അപ്പോൾ ആർക്ക് കിട്ടാനുള്ളത്? റാഷിദിന് കിട്ടാനില്ല. അപ്പോൾ സിനാന് പറയാണ്, റാഷിദേ ഇജ്ജ് ഏതായാലും എനിക്കൊരു 100 റുപ്യ തരാണ്ടല്ലോ. അതെ ഞാൻ ഏതായാലും നമ്മൾ ആദിലിന് 100 റുപ്യ കൊടുക്കാണ്ട് ഇജ്ജ് നേരിട്ട് ആർക്കിനും കൊടുത്തളാ? ആദിലിനാണ് കൊടുത്തളാന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പരിപാടിക്കാണ് ഹവാല എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഹവാല നടത്തുന്ന ആളാരാ? അത് പറഞ്ഞ ആളാരാ? സിനാനാണ്. അപ്പോൾ സിനാനാണ് ആര്? മൊഹീൽ ആരാണ്? സിനാന്. മൊഹത്താൽ ആരാണ്? ഹവാല സ്വീകരിക്കുന്ന ആളാരാ? അഥവാ സിനാന് കൊടുക്കാനുള്ള ആൾ, സിനാന് പൈസ കൊടുക്കാനുള്ള ആൾ, അയാളാണ് ആര്? മൊഹത്താൽ. അതാരാണ്? ആദിലാണ്. അപ്പോൾ ഈ ഏർപ്പാടിൽ ഇവർക്ക് രണ്ടാൾക്കും തൃപ്തി വേണം. ഇത് രണ്ടുമാണ് നിബന്ധന. റിലൽ മൊഹീലി, റിലൽ മൊഹത്താലി, രണ്ടാൾക്കും ഇത് തൃപ്തി വേണം. കാരണം ആദിൽ പൈസ കൊടുത്താരക്കാ സിനാനാ 100 റുപ്യ കൊടുത്തത്. സിനാൻ പറഞ്ഞെന്താ? റാഷിദ് ഏതായാലും എനിക്ക് 100 റുപ്യ തരാണ്ട് കൂട്ടാ, ഇജ്ജൊരു കാര്യം ചെയ്യ്, ഇജ്ജ് നേരിട്ട് ആദിലിന് കൊടുത്തോ എന്ന് പറയുമ്പോൾ അത് ആദിലിന് തൃപ്തി വേണം. കാരണം സിനാന് കൃത്യമായിട്ട് തിരിച്ചു എന്നുള്ള വിശ്വാസത്തിലായിരിക്കും ചിലപ്പോൾ ആദിൽ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആദിലിന് ചിലപ്പോൾ റാഷിദിന് ചിലപ്പോൾ അത്ര വിശ്വാസം പോരാ. അങ്ങനെയാണെങ്കിൽ ഓനെ നിർബന്ധമായിട്ടും അത് ഓനം തന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണവണ വർത്തമാനം പറയാൻ പറ്റില്ല. അത് ആദിലിനും തൃപ്തി വേണം, സിനാനും തൃപ്തി വേണം. ഇവരെ രണ്ടാളും തൃപ്തി ഇവിടെ ആവശ്യമാണ്, ഷർത്താണ്, നിബന്ധനയാണ്. കാരണം രണ്ടാൾക്കാണ് പൈസ കിട്ടില്ല, റാഷിദിനോട് പൈസ കിട്ടാനല്ലോ. അതുകൊണ്ട് ഓൻ്റെ തൃപ്തിക്ക് കൂടെ പ്രസക്തി ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 നിബന്ധന പറഞ്ഞു, റിലൽ മൊഹീലി വൽ മൊഹത്താലി അല്ലേ? രണ്ടാളും തൃപ്തി പറഞ്ഞു. ഇനി സുബൂത്തു ദൈനൈനി അല്ലേ? രണ്ടാളുടെയും കടം സ്ഥിരപ്പെടണം. രണ്ടാളെന്ന് പറഞ്ഞാൽ മൊഹീലിൻ്റെയും മൊഹത്താലിൻ്റെയും. ഇവിടെ രണ്ടാൾക്കും ഉണ്ട്. കാരണം റാഷിദ് സിനാന് 100 റുപ്യ കൊടുക്കാണ്ട്, അതൊക്കെ. അപ്പോൾ ഒരാളുടെ കട ഓക്കെയാണ്. പിന്നെ സിനാന് ആദിലിനും 100 റുപ്യ കൊടുക്കാണ്ട്. അപ്പോൾ രണ്ടാളുടെയും കട അവിടെ സ്ഥിരപ്പെട്ടു, അഥവാ ഉണ്ട് എന്നർത്ഥം. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യാണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വീതി ഇങ്ങനെ പറ്റുമോ പറ്റില്ല എന്നുള്ള സംശയം മാറാനാട്ടോ ഇതൊക്കെ ഇങ്ങനെ പച്ച ഒരാളത് പറഞ്ഞു മക്കൾ. ഇതൊക്കെ ഉള്ള സംഗതി. അപ്പോൾ അതൊന്നും ഹറാമാണോ ഹലാലാണോ പറ്റില്ല എന്നുള്ള ബേജാറൊന്നും അപ്പോൾ പാടില്ല. ഇനി അടുത്ത നിബന്ധന എന്താണ്? അതിൽ സിഹത്തുൽ എഴുത്തിയാതെ അനുഭവം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പകരാക്കാൻ പറ്റിയതാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ഒരു 100 റുപ്യേൻ്റെ കണക്കാണ്, അതാണ് മാറ്റി വെക്കുക. ഇപ്പോൾ സിനാന് ആദിലിന് കൊടുക്കാനുള്ളത് 500 റുപ്യാണ്. എന്നാൽ റാഷിദ് സിനാന് കൊടുക്കാനുള്ളതോ ഒരു ആട്ടിൻകുട്ടിനെയാണ്. അപ്പോൾ വല്ല ബന്ധമുണ്ട്. അപ്പോൾ അത് അല്ലെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാക്കാൻ പറ്റൂല. പകരാക്കാൻ പറ്റും ഇങ്ങനത്തെ കണക്കിലൊക്കെ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാക്കാൻ പറ്റിയതാവണം. അതുപോലെ തന്നെ അൽ ഇൽമു ബിദ്ദൈനൈനി, രണ്ടാളുടെയും കട അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. സിനാന് ആദിലിന് കൊടുക്കാനുള്ള പൈസ റാഷിദ് ഏതായാലും എനിക്ക് തരാണ്ട് അത് റാഷിദ് എനിക്ക് തന്നോളൂ ആദിലെന്ന് സിനാന് പറയാണ്. പക്ഷേ ആദിൽ അത് കേട്ട് അതേമാതിരി മുണങ്ങിങ്ങാണ്ട് വിശ്വസിച്ച് നിൽക്കണ്ട. എന്ത് ചെയ്യണം? ആദിൽ റാഷിദിനോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ഓക്കെ പറഞ്ഞാൽ മതി. അതാണ് പറഞ്ഞത്, രണ്ടാൾക്കും പിന്നെ കടത്തെക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടാവണമെന്ന്. അതുപോലെ തന്നെ തസാവീഹിമ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാവാൻ പറ്റുന്നതാണ്. സിനാൻ ആദിലിന് കൊടുക്കാനുള്ളത് 50,000 റുപ്യാണ്. റാഷിദ് സിനാൻ കൊടുക്കാനുള്ളതോ എന്നോ ഒരു ക്വാർട്ടർ മന്തി അയച്ചാൽ പോയി, അതിൻ്റെ 150 റുപ്യ തരാം, 180 റുപ്യ തരാനുള്ളത്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ആക്കിയിട്ട് കാര്യമുണ്ടോ? അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ തുല്യമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹവാല ശരിയാവാനുള്ള നിബന്ധനകൾ കേട്ടോ. അതിൽ 2 കൊടുത്താൽ മതി മക്കളെ നിങ്ങൾ. ഇനി രണ്ടാമത്തെ മക്കളെ അൻവാഉൽ ഖിയാരി ഫി ഫസ്ഖിൽ ബൈഇ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന സംഗതിയാട്ടോ. അതായത് ഒരു കച്ചവട ഇടപാട് നടത്തിയാൽ 3 രൂപത്തിൽ ആ കച്ചവടം നമുക്ക് ക്യാൻസലാക്കാൻ പറ്റും ഇസ്ലാമിക നിയമപ്രകാരം. 3 രൂപത്തിലുണ്ട്. നമുക്ക് നോക്കാം, അതിൻ്റെ നിബന്ധനകൾ നോക്കാം. അത് നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും നമുക്ക് ഓടുള്ളൂ. ഒന്ന് ഖിയാറു മജ്ലിസ് അല്ലേ? അതുപോലെ തന്നെ ഖിയാറു ഷർത്ത്. ഖിയാറു മജ്ലിസ് എന്ന സദസ്സിൽ തന്നെയുള്ള ഇഷ്ടാനുസരണം, വേണോ വേണ്ടേ വിശദീകരിക്കാം. പിന്നെ ഖിയാറു ഷർത്ത്, നിബന്ധന പ്രകാരമുള്ള ഇഷ്ടാനുസരണം. പിന്നെ ഖിയാറുൽ ഐബ്, ന്യൂനത കൊണ്ടുള്ള ഇഷ്ടാനുസരണം, വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കൽ. അഥവാ ഒരു ഇടപാട്, ഒരു സംഗതി വാങ്ങുകയാണ്, ഉദാഹരണമായിട്ട് ഒരു വണ്ടി വാങ്ങുകയാണ്. നമ്മൾ വീഡിയോ അല്ലെ റീൽസൊക്കെ കണ്ട് ആ വണ്ടിനെ പറ്റി ആ വീഡിയോൻ്റെ ഭംഗി കണ്ടിട്ട് അത് എനിക്ക് തന്നെ വേണം, എന്തായാലും ആ വണ്ടി ഞാൻ തന്നെ വാങ്ങുന്നൊക്കെ പറഞ്ഞാണ്ട് വീമ്പിളക്കിയാണ്ട് പോയതേന്. പോയി നോക്കുമ്പോൾ നമ്മൾ കരുതിയമാരില്ല, അല്ലെങ്കിൽ കരുതിയമാരുണ്ട്, വാങ്ങുകയും ചെയ്തു. വാങ്ങിയാണ്ട് കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ ഒരു തോന്നൽ, അല്ലെങ്കിൽ വേണ്ട ഞാൻ കരുതിയ പോലെ ഒന്നും ഇല്ലല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നിയ പോലെ അത് തിരിച്ച് എനിക്ക് വേണ്ട പറഞ്ഞാൽ തിരിച്ച് കൊടുക്കാൻ പറ്റില്ല.
അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഖിയാറു മജ്ലിസ് അഥവാ ഇങ്ങനെ കച്ചവട ഇടപാടൊക്കെ നടത്തുമ്പോൾ അത് ക്യാൻസലാക്കാൻ. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഷോറൂമിൽ പോയി കണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് വിൽക്കുന്ന കണ്ടയുടെ ഷോപ്പിൽ പോയി കണ്ട് നമ്മൾ വാങ്ങണം. അങ്ങനെ ഈ ഷോപ്പൊക്കെ മിക്കവാറും വലിയ ഹാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങലോട് കൂടി നമുക്ക് എന്ത് ചെയ്തു, ഇഷ്ടാനുസരണം അഥവാ കച്ചവടം ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇസ്ലാമിക നിയമപ്രകാരം പോയി. ഇനി അതല്ല, അതൊരു വലിയ ഷോപ്പാണ്, അതിൽ തന്നെ പല റൂമുണ്ട്, ആ റൂമിൽ നിന്ന് മറ്റേ റൂമൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ്, അതുകൊണ്ട് ഇഷ്ടാനുസരണം പോകുന്നില്ല. ഇനി അതല്ല, നമ്മൾ ഷോപ്പിൽ നിന്നൊന്നുമല്ല. നാളെ ഞാൻ മായിഷത്തേക്ക് ചോറ് വാങ്ങാൻ പോയത്. അപ്പോൾ ഉണ്ട് പുറത്ത് ജീപ്പിൻ്റെ കച്ചവടം ചെറുക്കന്മാർ. അപ്പോൾ ഒരു റോട്ടിൽ നിന്ന് പരിപാടി. അപ്പോൾ അതേമാതിരി റോട്ടിൽ നിന്നാണ് നിൽക്കുന്നുണ്ടെങ്കിൽ റോട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടപാട് നടത്തി വാങ്ങി നമ്മളെന്ത് ചെയ്തു, നമ്മളും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു കുറച്ച് നേരം നടക്കലോട് കൂടിയ ഇഷ്ടാനുസരണം അഥവാ കച്ചവടം വേണ്ട എന്ന് വെക്കാനുള്ള ചോയ്സ് പോവും, അവസരം കഴിഞ്ഞു. അതിപ്പോൾ ഇനി അങ്ങാടിയാണേലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട് മരുഭൂമിയൊക്കെ ആണേലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഇടപാട് നടത്തുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറബിയിൽ എഴുതാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറബി മലയാളത്തിലെങ്കിലും എഴുതുക. അറബി കിട്ടുമെങ്കിൽ മാക്സിമം അങ്ങനെ തന്നെ ആക്കുകയും ചെയ്യുക. അറബി മലയാളത്തിലും കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് മക്കളെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ മനസ്സിലാക്കാനും കൂടിയാണ്. ഇനി അതല്ല, ഇവരെ ഇടപാടിൽ വേറെ ട്വിസ്റ്റ് ഉണ്ടായി. രണ്ടാളും വേർപിരിയണില്ല. പിന്നെ ഓരങ്ങോട്ട് കല്യാണം കഴിച്ചാൽ കൂട്ടിക്കോളി, അല്ലെങ്കിൽ രണ്ടാളും പിന്നെ ഒരേ റൂമിൽ തന്നെ താമസിച്ചാൽ ഒപ്പം തന്നെ ഒരാൾ വേർപിരിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഇഷ്ടാനുസരണത്തിൻ്റെ ചോയ്സ് നഷ്ടപ്പെടില്ല. ഞാൻ ഒരാളെ മരിച്ചുപോയി, എന്നാലും ഇഷ്ടാനുസരണം ചെയ്യാനുള്ള അഥവാ കച്ചവടം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് അവർക്ക് അപ്പോഴും ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് കച്ചവടം വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക. കാരണം അവർ വേർപിരിഞ്ഞിട്ടില്ല, എപ്പോഴും ഒപ്പം തന്നെ. ഒരാളതിൽ മരിച്ചു പോയാൽ പോലും ആ ചോയ്സ് നഷ്ടപ്പെടില്ല. അപ്പോൾ ഇയാളെ അനന്തരാവകാശിയായ മകന് വേണമെങ്കിൽ തീരുമാനിക്കാം ഇത് വേണോ വേണ്ടേ എന്നുള്ളത് കേട്ടോ. അതിപ്പോൾ ഇനി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെ. പക്ഷെ ഒന്നും മിക്കവാറും ഉണ്ടാവില്ല. ആരാ ഇപ്പോൾ അങ്ങനെ ഒപ്പം കഴിയണുള്ളത് ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിലും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഖിയാറു ഷറത്ത്, നിബന്ധന പ്രകാരമുള്ള കച്ചവടം. രണ്ടാൾ തമ്മിൽ ഇതുപോലെ കച്ചവടം നടത്തുകയാണ്. ഉദാഹരണമായിട്ട് വണ്ടി തന്നെ ആയിക്കോട്ടെ. വണ്ടി ഒരു ഭയങ്കര എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പുകളുണ്ടാവും. ഉദാഹരണമായിട്ട് അൻഫാലിൻ്റെത്, സഫാരി കൊച്ചിയിൽ പുതിയ ഷോറൂം തുടങ്ങി. അതേപോലെ ഓരോ ഷോപ്പുകൾ അല്ലേ, ഇവരൊക്കെ ട്രെൻഡിങ് ആയിട്ട് പൊതുവേ ഉള്ളത്, ആൾക്കാർക്ക് അത്രയും വിശ്വാസമൊക്കെ ആയിട്ടുള്ളത് ഇവരാണ്. അപ്പോൾ നമ്മൾ ഇവരോട് കച്ചവടത്തിന് പോകുമ്പോൾ നമ്മളോലെ റീൽസ് വീഡിയോ ഒക്കെ കണ്ട് പോകണം. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകമായിട്ട് ഓരോ ഫോർച്യൂണറൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് ചെന്നു. അങ്ങനെ നമ്മൾ ചെന്നുകാണ്ട് പിന്നെ അത്രയും ഗ്യാരണ്ടി തന്നു. നമ്മൾ വാങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് നിബന്ധന വെക്കുക, നിങ്ങളും പിന്നെ ഓരോന്നും തമ്മിൽ നിബന്ധന വെക്കുകയാണ്. 3 ദിവസം എന്തെങ്കിലും കേടുണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കേടോ കാര്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരുന്നുണ്ടോന്ന് അങ്ങനെ നിബന്ധന വെക്കാൻ പറ്റും. 3 ദിവസം അതാണ് അതിൻ്റെ മാക്സിമം. അല്ലെങ്കിൽ അതിൻ്റെ കുറവ് 2 ദിവസം 1 ദിവസം അങ്ങനെ കേട്ടോ. അപ്പോൾ അതിനൊരു എന്തെങ്കിലും കേട് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടണില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നിബന്ധന വെക്കാൻ പറ്റും. നിബന്ധന വെച്ചാൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. പക്ഷേ അതൊക്കെ ഇസ്ലാമിക നിയമമായിട്ട് അത് ഓർക്കും കൂടി വില്ലിങ് ആവണേ. ഇനി അടുത്തത് ഖിയാറുൽ ആയിബ്, ന്യൂനത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കച്ചവടം ക്യാൻസൽ ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മളൊരു സാധനം വാങ്ങണം, ഒന്നും വേണ്ട, ഒരു പോത്തുംകുട്ടി പറഞ്ഞ 2 നമ്മൾ വണ്ടിനെ പറഞ്ഞില്ല, പോത്തുംകുട്ടിനെ വാങ്ങി, പോത്തുംകുട്ടി അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങി, പോത്തുംകുട്ടിനെ ആയിക്കോട്ടെ. പോത്തുംകുട്ടിനെ നമ്മൾ വാങ്ങുമ്പോൾ അയാൾ പറഞ്ഞാൽ നല്ല പോത്തടാ, പെട്ടെന്ന് വളരും, ആണ് 1-2 കൊല്ലം കൊണ്ട് 2.5 കിൻഡൽ ഇറച്ചി എനിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മൂപ്പിച്ചുകൊണ്ട് വാങ്ങിയതായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പെരീക്കാണ് കൊണ്ടുപോയി കുടുങ്ങിയില്ല. ഇത് തലങ്ങും വിലങ്ങും പായ. അയൽവക്കക്കാർ പുതിയ റബ്ബർ വെച്ച് അതിലേക്കാണ് കൊതറി മണ്ടി ആ റബ്ബറൊക്കെ നശിപ്പിച്ച് ആകെ വള്ളിക്കെട്ട് കേസായി. അഥവാ ഇതിങ്ങനെ ഒരു വള്ളിക്കെട്ട് പോത്തേഞ്ഞ് അഥവാ അടങ്ങി നിൽക്കൂല, മഹാ തൊയിരക്കേടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചമാതിരി അല്ലേ, ഫോട്ടോ കണ്ട് ഓരോരുത്തർ കല്യാണം കഴിച്ചാൽ പോകും. പിന്നീട് അതിനുള്ള സ്വഭാവം അറിയാം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. എന്നമാതിരി പോത്തും കൂട്ടി അടങ്ങി നിൽക്കില്ല, മഹാ തൊയിരക്കേട്. ഇതിപ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. കാരണം ഇതിനിങ്ങനൊരു ന്യൂനത ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല, ഈ വാങ്ങിയ ആൾക്കറിയില്ല. അപ്പോൾ ഇത് മുമ്പുള്ള ന്യൂനതയാണ്. അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങി, പശു നല്ല ഒരു ദിവസം 10 ലിറ്റർ പാല് തരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ്. വാങ്ങി നോക്കുമ്പോൾ ആകെ 2 ലിറ്റർ തരുന്നുള്ളൂ. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം അത് വാങ്ങണതിൻ്റെ മുമ്പേ ഉള്ള ന്യൂനതയാണ്, ഇത് വാങ്ങിയ ആൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അടുത്തത് നമുക്ക് അഖ്സാമു റിബ, പലിശയുടെ ഇനങ്ങളാണ്.
4 രൂപത്തിലുണ്ട്. നമുക്ക് 2 എഴുതിയാൽ മതി. നമുക്ക് 4 ഉദാഹരണത്തിലൂടെ ഒന്ന് മനസ്സിലാക്കി പോവാം. റിബൽ ഫളൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ അയൽവാസിയായ ഒരു വീട്ടിലേക്ക് ഒരാവശ്യത്തിന് നമ്മളെന്ത് ചെയ്തു, പെട്ടെന്ന് അവർക്ക് തക്കാരം എന്തോ വന്നപ്പോൾ പീടിയാണെങ്കിൽ സമരമായിട്ട് അടവരുവാണ്. അപ്പോൾ ഒരു 5 കിലോ നല്ല ബിരിയാണി അരി നമ്മൾ കൊടുത്തു. 5 കിലോ ബിരിയാണി അരി. അപ്പോളോട് നമ്മൾ പറയാം നല്ല വില പിടിച്ച അരിയാണ്, ക്വാളിറ്റി ഉള്ള അരിയാണ്. തിരിച്ച് എന്ത് ചെയ്യണം, ഒരു 8 കിലോ ചാക്കരി ഇങ്ങോട്ട് തരണം അല്ലേ. ചാക്കരിനേക്കാൾ മികച്ചതാണ് ബിരിയാണി അരി അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ 3 കിലോ കൂടുതൽ വാങ്ങാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പരീക്ഷയാണ്. അത് പിന്നെ അരിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്ത മക്കളെ റിബലിയത് അതിൻ്റെ ഉദാഹരണം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി, എന്നിട്ട് സ്വർണം നിങ്ങൾ ആദ്യമേ വാങ്ങി, എന്നിട്ട് ഇന്ന് പൈസ അല്ല, ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള സംഗതി കിട്ടി, ഓർക്ക് കിട്ടാനുള്ളത് കിട്ടിയണോ? ഇല്ല, അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അത് റിബലിയതാണ്. അല്ലെങ്കിൽ പൈസയിലേ പോയി വാങ്ങണ്ട എന്നൊന്നും ഞാൻ പറയണില്ല, പല സാഹചര്യമാണ്. അപ്പോൾ ഏതായാലും അത് റിബലിയതാണ് കേട്ടോ. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്വർണ്ണമല്ല പൈസ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ സ്വർണ്ണം വാങ്ങിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ വെറുതെ റിബലിയത് വരും കേട്ടോ. അഥവാ ഒരു പലിശൻ്റെ ഇനമാണത്, ഹറാമായ രീതിയാണ് എന്ന് ചുരുക്കം. അടുത്തത് റിബൻ നസാ. അതിൻ്റെ ഉദാഹരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരാൾക്കൊരു 5000 റുപ്യ കടം കൊടുത്തു, 1 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. ഇവന് 1 മാസം കഴിഞ്ഞിട്ടും തരുന്നില്ല, പിറ്റത്തെ മാസം തന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇജ്ജ് കഴിഞ്ഞ മാസം തരാമെന്ന് പറഞ്ഞാൽ വാങ്ങിയതല്ലേ, എന്നിട്ട് ഇപ്പോഴും 5000 തരുന്നത്, എനിക്ക് അതുകൊണ്ട് എന്തൊക്കെ ചുറ്റുപാടും കാര്യം ഉണ്ടേനി, ഇജ്ജ് 5500 ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞ് 500 കൂടുതൽ വാങ്ങിയാൽ അത് റിബൻ നസാ ആണ്, പലിശയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കടം കൊടുത്താൽ അത് തിരിച്ചു കൊടുക്കുക, അത് വൈകിപ്പിച്ചാൽ സാവകാശം കൊടുക്കണതിനൊക്കെ കൂലിയുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ 5, 10, 20 ഒക്കെ വാങ്ങലുണ്ട്. 5 റുപ്യ അല്ല, 5000, 10000, 20000 ഒക്കെ. അത് ചിലപ്പോൾ വൈകാറുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പലിശ കൂടുതലായിട്ട് വാങ്ങിയാൽ അത് പലിശയാണ്, റിബൻ നസാ. അത് പലിശയാണ്, റിബൻ നസാ ആണ് കേട്ടോ. ചുരുക്കത്തിൽ ഹറാമാണ് എന്ന് ചുരുക്കം. 4-മത്തെ റിബൽ ഖർള്, ഒരു കട രൂപത്തിലുള്ള പലിശ. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് ഒരാളെ നമ്മളോടൊരു 1,00,000 റുപ്യ കടമായിട്ട് ചോദിച്ചു. നമ്മൾ 1,00,000 കടം കൊടുത്തു. എനിക്ക് ഏതായാലും 1,00,000 റുപ്യ കടക്ക് തന്ന് സഹായിക്കല്ലേ. എടാ എൻ്റെ വണ്ടി ഏതായാലും അവിടെ വെറുതെ കിടക്കണം, എൻ്റെ വരെ 2 വണ്ടിയല്ലേ, ആ വണ്ടി എനിക്കൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തരണം അല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ട് അവനൊരു ഉപയോഗം കിട്ടി അല്ലേ. വണ്ടി വാടകയ്ക്ക് എടുക്കാനപ്പോൾ കോഴിക്കോടൊക്കെ വണ്ടി പിന്നെ 1 മണിക്കൂറിന് 50 റുപ്യൊക്കെയാണ്. ഇലക്ട്രിക് സ്കൂട്ടർ വന്ന് മറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ റെൻറ്റിന്. അത് ഇവന് 1 കൊല്ലത്തോളം വെറുതെ ഉപയോഗിക്കാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലാഭമല്ലേ. അപ്പോൾ കടത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഉപകാരം, അല്ലെങ്കിൽ ഓനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കുക, അച്ചിങ്ങൾക്ക് കൂട്ട് പറഞ്ഞേക്കുക, അങ്ങനെ ഓരോ പണി എടുപ്പിക്കുക, അല്ലെങ്കിൽ ഉപയോഗം എടുക്കുക, ഇതും ഒരു പലിശയാണ്. കടം കൊടുത്താൽ അത് കൊടുത്തു, അത് തിരിച്ചു തരുന്ന സമയത്ത് തിരിച്ചു വാങ്ങുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് മക്കളെ നമുക്ക് അജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന് ഹറമ അഖുദു മാ സക്കത്ത മിൻ സമരിൻ ഖാരിജൽ ജിദാരി മത അല്ലേ. ഒരാളുടെ പറമ്പ്, അതിന് മതിലുണ്ട്, ആ മതിലിൻ്റെ പുറത്തേക്ക് വീണത് പിന്നെ പഴങ്ങൾ വീണത് എടുക്കൽ ഹറാമാണ് എപ്പോൾ അല്ലേ. പൊതുവെ എല്ലാവരും എന്ത് ചെയ്യുക, അതിർത്തിനോട് ചാരിങ്ങാണ്ടാണ് പിന്നെ മരങ്ങൾ കുഴിച്ചിടുക. അല്ലാതെ നടുമുറ്റത്ത് ആരെങ്കിലും കുഴിച്ചിടുക, പൊതുവെ ആരും കുഴിച്ചിടുന്നില്ല. ചിലർ ഭംഗിക്ക് വേണ്ടി കുഴിച്ചിടും, എല്ലാം ഇപ്പം അങ്ങനെ ആവില്ലല്ലോ അല്ലേ. അപ്പോൾ മതിലിനോട് ചാരിങ്ങാണ്ടേക്ക് മിക്കവാറും ഉണ്ടാവും. പ്രത്യേകിച്ച് മാങ്ങ മൂച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലകൾ, അതാ കൊമ്പുകളൊക്കെ അങ്ങനെ പുറത്തേക്ക് നല്ല ചാരിയിട്ടേക്കും. അപ്പോൾ മാങ്ങ പുറത്തേക്ക് ചാടിയാൽ അത് പൊതുവെ എല്ലാവരും എടുക്കലുണ്ട്, ഓർക്ക് കുഴപ്പമൊന്നുമില്ല. CCTV അടക്കുന്നുണ്ട്, എന്നാലും ഓർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും എടുക്കലുണ്ട്. ഓക്കെ എന്നാൽ എടുക്കാം. നേരെ മറിച്ച് അവിടെ CCTV വെച്ചിരിക്കണം, മതിലിൻ്റെ പുറത്തേക്ക് ചാടി മാങ്ങ എടുക്കരുത്, എടുത്ത് അടിച്ചു എന്നൊക്കെ ചീത്ത പറയുന്നൊക്കെ എല്ലാവർക്കും അറിയും. ചീത്ത പാറി പോലെ ആട്ടി ഓടിച്ചൊക്കെ അറിയും. എന്നാൽ പിന്നെ എടുക്കൽ ഹറാമാണ്, മനസ്സിലായോ. അഥവാ അവിടെ പതിവായിട്ട് അങ്ങനെ എടുക്കുന്നൊരു പതിവില്ലെങ്കിൽ അത് എടുക്കൽ ഹറാമാണ്. അഥവാ അങ്ങനെ എടുക്കലുണ്ട്, എല്ലാവരും എടുക്കലുണ്ട്, എടുക്കുന്ന പതിവ് അവരൊന്നും പറയലില്ല, കാട്ടലോ, അവർക്ക് അറിയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് യളുമനുൽ ഖാസിബു ലിൽ മുതഖവ്വിമി ബിമ അല്ലേ. ഒരാളുടെ സമ്പത്ത് അപഹരിച്ച് അധികാരം ചെലുത്തി എടുത്ത ആൾ, അയാൾ അതിൻ്റെ ഉത്തരവാദിയാവും. എന്തുകൊണ്ടാണ് ഉത്തരവാദിയായി, അഥവാ എന്താണോ നൽകേണ്ടത്. ഇൻ തലിഫ, എടുത്തു, ഓൻ്റെ അപ്പത്തെ പൊട്ട ബുദ്ധിക്ക് എടുത്തതാണ്. ഇപ്പോൾ ഒരു സ്വർണ്ണമാലയൊക്കെ എടുത്തു. ഇപ്പോൾ ഇടക്കിടക്ക് വരലുണ്ട് സ്വർണ്ണമാല, ഞാൻ ഒരു 20 കൊല്ലം മുമ്പ് എടുത്തതായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു നൽകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
പക്ഷെ അങ്ങനെ ഒരാൾ സ്വർണ്ണമാല എടുത്തു, അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തതെന്നാ അപ്പോൾ എന്നാൽ ഇപ്പോഴത്തെ ഞാൻ കണ്ടേ ഒരു 27 കൊല്ലം മുമ്പായിട്ട് എടുത്തതുകൊണ്ട് 27 കൊല്ലം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 2500 കയറും പവനുണ്ടാവും. അപ്പോൾ 2005 ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ 5000 റുപ്യ എന്തുവാണ് വില. അതിന് ശേഷമുള്ള പെങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് 25,000ആണ്. എൻ്റെ കല്യാണത്തിൻ്റെ 44,000ആണ്. അല്ല, അന്ന് 44,000 ഞാൻ വില കൂടിൻ്റെത് കണ്ടപ്പോൾ വാങ്ങിച്ചത്. അവിടെ പോട്ടെ. ഏതായാലും 2500 ഒരു പവൻ മാലയാണ് അന്ന് അയാൾ എടുത്തത്. പക്ഷേ അയാൾക്ക് പിന്നെ കുറ്റബോധം തോന്നിയപ്പോൾ ഈ വയസ്സാകുമ്പോൾ എല്ലാവരും നന്നാവും. എല്ലാ കൂതറകളും ചിലപ്പോൾ കുറേ കൂതറ കാട്ടിയേക്കും. വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഒരു നന്നാല. അപ്പോൾ അങ്ങനെ അയാൾക്ക് നന്നാവും തോന്നി. അയാൾ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ സംഗതി ഇയാളെന്നോ വിറ്റ് പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയിക്കണ്. അപ്പോൾ ഇപ്പോൾ ഇയാൾ ഈ സ്വർണ്ണം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് വിലയിൽ വേണം കൊടുക്കാൻ. ഇപ്പോൾ എത്ര ഏറ്റവും ടോപ്പ് വിലയ്ക്ക് എത്തിയത്? 1,31,000 ചില്ലാനത്തുമൊക്കെയാണ് ഏറ്റവും ടോപ്പ് വില എത്തിയത്. ഇപ്പോൾ നിലവിൽ ഇന്ന് 1,16,000 എന്തോണം ഞാൻ രാവിലെ എന്തോ നോക്കിയപ്പോൾ. നമ്മൾ ചെറിയ രൂപത്തിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡയറി നോക്കുന്നുണ്ടോ. ചുരുക്കത്തിൽ അന്ന് 2,500 റുപ്യേൻ്റെ മാലയാണ് അയാൾ എടുത്തത്. ചുരുക്കത്തിൽ അന്ന് അയാൾക്ക് 2,500 റുപ്യേൻ്റെ മുതലേ കിട്ടിയുള്ളൂ. പക്ഷെ ഇന്ന് അയാൾ അതിൻ്റെ കുറ്റബോധം കൊണ്ട് മാത്രമൊന്നും കാര്യമില്ല, തൗബ ചെയ്തുകൊണ്ടും കാര്യമില്ല. അയാൾ എന്ത് ചെയ്യണം? പരിഹാരമാണെങ്കിൽ 1,31,000 ചില റുപ്യാണ് കൊടുക്കണം. ഇന്നിപ്പോൾ അവന് കുറഞ്ഞ 1,16,000 നമുക്ക് എത്തിയാലും 1,16,000 റുപ്യ ഇന്നത്തെ വില കൊടുത്തിട്ടും കാര്യമില്ല. അതിൻ്റെ ഏറ്റവും ടോപ്പ് വില അഥവാ സാധനം അയാൾ കട്ടെടുത്തത് മുതൽ ഇതുവരെ അതിൻ്റെ ഏറ്റവും ടോപ്പ് വില എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ആ മക്കളെ, പ്രായമാണ്, ചോരത്തളിപ്പിൻ്റെ പ്രായമാണ്. ആരാന്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ല ആലോചിക്കുക. പിന്നെ നമുക്ക് കുറ്റബോധം വരുമ്പോൾ ചിലപ്പോൾ ചെറിയ രൂപത്തിൽ പരിഹാരമില്ല. പ്രത്യേകിച്ച് സ്വർണ്ണം, ഫോൺ അങ്ങനത്തെയൊക്കെയാണ്. സ്വർണ്ണമൊക്കെയാണ് കേട്ടോ. കാരണം അതൊന്ന് 27 തൗബ ചെയ്യുന്നതുകൊണ്ട് മാത്രം പരിഹാരമാണ്, പരിപാടിയല്ല. അടുത്തത് മക്കളെ, ലി അസലിൻ റുജുവൻ ഫീമ വഹബലി ഫറയിൻ മത അല്ലേ. അഥവാ ഒരു ബാപ്പ മകന് എന്തെങ്കിലും കൊടുത്താൽ അത് ബാപ്പാക്ക് എന്ത് ചെയ്യാം? തിരിച്ചു വാങ്ങാം. ബാപ്പ മകന് വേണ്ടി ബൈക്ക് വാങ്ങിക്കൊടുത്താൽ ബാപ്പാക്ക് അത് തിരിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട്. ബാപ്പാക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. ഒരാൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ചു വാങ്ങാൻ പാടില്ല. പക്ഷേ ബാപ്പയാണ് അടിസ്ഥാനം. ആ ബാപ്പയിൽ നിന്നുണ്ടായതാണ് മകന്. അപ്പോൾ ബാപ്പ മകന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാപ്പാക്ക് സിമ്പിളായിട്ട് തിരിച്ചു വാങ്ങാനും പറ്റും. ഉദാഹരണമായിട്ട് ബാപ്പ മകന് കൊടുത്തു നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി. ഇപ്പം എനിക്ക് ഹെൽമെറ്റും ഇല്ല, 3-4 കയറ്റും ചെയ്യാം. അങ്ങാടിയിൽ നിന്ന് ഒരു പ്രത്യേക ഷോ ഓഫൊക്കെ ആണെങ്കിൽ ബാപ്പാക്കൊരു പൂതി. ഇപ്പം നേരം വെളുത്തിട്ടില്ല, ഒരു 10-25 വയസ്സ് ഞാൻ നേരം വെളുക്കിയേക്കും, അപ്പം കൊടുക്കാമെന്ന് കരുതിക്കാണ്ടേ. മക്കളെ 25 വയസ്സ് വരും കഴിയാൻ നോക്കി. അപ്പോൾ അതിന് കുറച്ചും കൂടെയൊക്കെ നേരം വെളുത്തോളും. 18 ആ ടൈമിലൊക്കെ വണ്ടി ഓട്ടാൻ പഠിച്ച ടൈമുള്ളൂ. അപ്പോൾ കുറച്ച് സ്പീഡിൽ പോയാലേ നമുക്കൊരു ത്രില്ലുള്ളൂ ഉണ്ടാവുക. ഏതായാലും ചുരുക്കത്തിൽ ബാപ്പാക്ക് അങ്ങനെ വാങ്ങാൻ തോന്നിയാൽ ബാപ്പാക്ക് വാങ്ങാൻ പറ്റും. അത് എപ്പോൾ? ഇൻ ബഖിയൽ മൗഹൂബു ഫീ സൽത്തനത്തിഹി. മകൻ്റെ കയ്യിൽ ആ വണ്ടി ഉണ്ടെങ്കിൽ, മകനത് വേറെ ആർക്കെങ്കിലും വിറ്റുകയാണെങ്കിൽ അത് ഞാൻ എൻ്റെ മകന് കൊടുത്ത വണ്ടിയാണെന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആ വണ്ടി കയ്യിൽ നിന്ന് പോയി. ചെറുക്കൻ വണ്ടി വിറ്റുകയാണ്. വണ്ടി പിന്നെ വാങ്ങാൻ പറ്റില്ല. 4 ഷുറൂത്തുൽ മുസ്തഗീരി മാഹിയ. ഷുറൂത്തുൽ മുസ്തഗീരി മാഹിയ അല്ലേ. അഥവാ വായ്പ വാങ്ങണ ആളുടെ നിബന്ധന, ഷർത്ത് എന്താണ്? 1 ഇത്ലാഖു തസറുഫി വ തഖയ്യിൻ. നിരുപാധികം വായ്പ വാങ്ങുന്ന വസ്തു കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാവണം. ഒരു നിശ്ചിത വ്യക്തിയാണ്. വായ്പ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയൽവക്കത്തെ താത്താക്ക് വേണ്ടിയിട്ട് നമ്മളെ പെരീത്തെ താത്താൻ്റെ ചുരിദാർ ചിലപ്പോൾ വല്ല കല്യാണത്തിനോ മറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഓല കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ച് തരും അല്ലേ. അതൊരു ഉപകാര രൂപത്തിലാണ്. അതിന് പ്രത്യേകിച്ച് എന്തില്ല, ചിലവൊന്നുമില്ല. ഒരു പരസ്പര സഹകരണമാണ്. പക്ഷേ ആ തടി ബാക്കിയായിട്ട് ഇങ്ങോട്ട് തരണം. അതിൻ്റെ ആ വസ്തു ഒന്നായിട്ട് ഒരു കൊടുക്കല, അതിൻ്റെ കൂടെയുള്ളൊരു ഉപയോഗമാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, ഒരു സഹകരണമാണ്. അതുകൊണ്ട് തന്നെ നിശ്ചിത വ്യക്തിക്കായിരിക്കണം കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളും ആകണം. ചുരിദാറൊക്കെയാണ് പോട്ടേക്കാം. പിന്നെ ഒരു മാലയൊക്കെയാണ് കൊടുത്തത് കുട്ടികളും കല്യാണത്തിന് പോകാൻ വേണ്ടി നല്ല മാല. അത് വലിയൊരു ശ്രദ്ധയല്ല. ഒരു എന്താണെന്നുണ്ടെങ്കിൽ അതിന് കൊടുത്താൽ ചിലപ്പോൾ മാല പോവും. പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ലല്ലോ, പോയത് പോയില്ലേ. അല്ലെങ്കിൽ ഒരു നിശ്ചിത ആളല്ല, അത് മറ്റോൻ്റെ ബനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് വാങ്ങി. ആരാന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു നിശ്ചിത വ്യക്തിക്ക് വേണം കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പോയാൽ പോലും കുറേ മോങ്ങും. നമ്മൾ പിന്നെ അയൽവാസികളല്ലേ വെച്ചൊന്നും പറയില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ മക്കളെ, പോയത് പോയില്ലേ. ഇപ്പോഴത്തെ പൊന്നുവലൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയണമല്ലോ. അടുത്തത് നോക്കുക. മാതാ ഖറ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അലാ മൻ ലുദിയ. വിഷമേറ്റ ആൾ അല്ലേ.
അയാൾക്ക് വേണ്ടിയിട്ട് ഈ മഹാന് എന്താണ് പാരായണം ചെയ്തത് ഖുർആനിന്? സൂറത്തുൽ ഫാത്തിഹ സലാസു മറാത്ത്, 3 തവണ ഫാത്തിഹ ഓതി അല്ലേ. അപ്പോൾ നമുക്ക് വിഷയം എന്തെങ്കിലുമൊക്കെ ആയിട്ടാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇസ്ലാമിക രൂപത്തിൽ 3 ഫാത്തിഹ ഓതാം, ആ വിഷയം പോകാൻ വേണ്ടി. അതൊരു ഇസ്ലാമിക മാതൃകയാണെന്ന് വെച്ച് കണ്ട് അങ്ങനെ ഇരിക്കണം ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഇനി ഉസ്താദ് അങ്ങനെ പറഞ്ഞവനോട് കുത്തിരിക്കരുത്. അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും ഞാൻ ആരോടും പറയുന്നല്ലേ. ചികിത്സ എന്തായാലും വേണം. മന്ത്രചൂതലും മറ്റൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ വിശ്വാസം വേണം. എനിക്കതിൽ കൃത്യമായിട്ട് വിശ്വാസമുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ എന്തായാലും ചികിത്സ വേണം. അതാണ് ഇസ്ലാമിക നയം. അതന്നെ ഞാൻ പറയുള്ളൂ. അതല്ലാതെ ചികിത്സ വേണ്ട, മന്ത്രചൂതൽ മാത്രം മതി എന്നാരും പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അതിനെ എതിർക്കുന്ന ആളാട്ടോ. കാരണം അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. അടുത്തത് തമ്മീമ് നമുക്ക് പൂർത്തിയാക്കാനാണ് മക്കളെ. കാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും ഹറാമുൻ അലൈക്കും അല്ലേ. ബാക്കി മനുഷ്യന്മാരുടെ രക്തം, അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം, അതെല്ലാം നമ്മുടെ മേലിൽ ഹറാമാണ്. അഥവാ ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ പാടില്ല, അവരുടെ സമ്പത്ത് അപഹരിച്ചെടുക്കാൻ പാടില്ല, കൊള്ളയടിക്കാൻ പാടില്ല, അവരുടെ അഭിമാനം കളയാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഹറാമാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ പല സുഹൃത്തുക്കൾ തമ്മിൽ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ സുഹൃത്തുക്കൾ തമ്മിൽ മറ്റൊരു സുഹൃത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ചെയ്യുമ്പോൾ, ചിലപ്പോൾ ശരീരത്തിലെ പ്രത്യേക സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് മാന്തിയേ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലും അന്തമുട്ട് ആലോചിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പോയി വീഡിയോ കാണാതെ എടുത്ത് സൂമാക്കി അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വോയിസും കൊടുത്തിട്ട് അപമാനിക്കണ പല രൂപമുണ്ട്. പലതും തമാശയാണ്, പക്ഷെ ചിലർക്ക് തമാശ പോകില്ലട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. അപ്പോൾ എല്ലാവരും മൈൻഡ് ഒരേ മാതിരിയല്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പല മാക്സിമം നമ്മൾ ഒഴിവാക്കിയേക്കും നല്ലത് കേട്ടോ. പിന്നെ എല്ലാം തമാശ കൂട്ടാൻ പറ്റും. ചില ബർത്ത്ഡേ ആഘോഷങ്ങൾ, ചില കല്യാണങ്ങളൊക്കെ അങ്ങനെ കാണാറുണ്ട്. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പവിത്രമായ സന്ദർഭമല്ല, അതിലൊന്നും പോയി നമ്മൾ കണവണ കാട്ടാളല്ല. ശരിക്കും അതൊക്കെ സുഹൃത്തുക്കൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം വേണ്ടി. കണവണ കാട്ടിയിട്ട് അല്ല നമ്മളെ സൗഹൃദം തെളിയിക്കേണ്ടത്. പ്രത്യേകിച്ച് കല്യാണത്തിനൊക്കെ അത്രയും പവിത്രമായ ജീവിതത്തിൽ ഒരു നിമിഷം മാത്രമുള്ള സംഭവമല്ലേ അല്ലേ. അപ്പോൾ അങ്ങനത്തെ പിരിപോയ ടീമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പിരിച്ചു വിടുക കേട്ടോ. അടുത്തത് റവ ഷെയ്ഖാനി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വഅതൽ ഹജ്ജാമ ഹുജറതോ. ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തത്. അഥവാ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബുഖാരി മുസ്ലിം. അതൊരു 2ലും വന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജാമ ചികിത്സ ഉണ്ടല്ലേ, പുറത്തെന്തൊക്കെ ഒരു ചിരട്ടൻ്റെ വരിയൊക്കെ കുത്തിക്കാണ്ട് ചോരയൊക്കെ എടുക്കുന്ന ഒരു ചികിത്സ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ചികിത്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയും അത് ചെയ്ത ആൾക്ക്, ചികിത്സ നടത്തിയാൾക്ക് അതിൻ്റെ വാടക, അതിൻ്റെ കൂലി നൽകുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇജാറത്തിൻ്റെ തെളിവാണത് സംഭവം. ഇനി അടുത്തത് ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സക്കാത്തി റമളാൻ മാസത്തിലെ സക്കാത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലേ. ഇത് പൂരിപ്പിക്കാൻ. ഇനി നമുക്ക് വാക്കർത്ഥത്തോടു കൂടി പേപ്പർ കൈയാണ്. ലോല്ലത്വൻ വഴി തെറ്റി, കുർബത്വൻ പ്രയാസം, ഇറക്വൻ വേര്, ലഘുവൻ തമാശ. ഒന്നാമത്തെ പേപ്പർ കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ആവർത്തിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം പഠിക്കുക കേട്ടോ. നമുക്ക് പ്രത്യേകം പെട്ടെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അതായിട്ട് ഇവിടെ നമുക്ക് യോജിപ്പിക്കാൻ തന്നെയാണ് കേട്ടോ. ഒന്നാമത്തത് ശുരിതഫിൽ മുവക്കലി ഫീ കൗനുഹു ഖാബിലൻ ലിനിയാബത്തി അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിക്കപ്പെടുന്ന ആ കാര്യം ഉണ്ടല്ലോ, അത് വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റിയ കാര്യമാവണം അല്ലേ. ഉദാഹരണമായിട്ട് നമ്മുടെ നിസ്കാരം, അത് നമ്മൾ തന്നെ നിസ്കരിക്കണം. അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ എന്താണ്, നിക്കാഹൊക്കെ എന്താവും, ചില പിതാക്കന്മാരൊക്കെ അല്ലേ മകളെ കടിക്കും ഉപ്പച്ചി എവിടേക്കാരും ഗൾഫിലേക്കും. അപ്പോൾ പകരം അതിന് പറ്റിയ ആൾക്കാർ ഏൽപ്പിക്കലുണ്ട്. എല്ലാവരും നാട്ടുകാരെ മൊത്തമൊന്നും പറ്റില്ല കേട്ടോ, അതിനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് അതിലുള്ളത്. 2 യൻഅസിലുൽ വക്കീലു ബിഅസ്ലിഹി നഫ്സഹു അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിച്ചു. അപ്പോൾ അയാൾ അതിന്ന് ഒഴിഞ്ഞാൽ അയാളെ സ്ഥാനം പോയി കേട്ടോ. വലിയ ചടങ്ങൊന്നുമില്ല. അയാൾ പറഞ്ഞത് എനിക്കത് കഴിയൂല, ഞാൻ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു, അത്രേ ഉള്ളൂ. വലിയ വിശദീകരണം നമ്മുടെ ആവശ്യമില്ല. 3 മുഫിലിസു തൊലഞ്ഞ ആൾ, പാപ്പരായ ആൾ, മൂഞ്ചിയ ആൾ എന്നൊക്കെ പറയാം നമ്മൾ. വഹുവമൻ അലൈഹി ദൈനുൻ ഹാലുൻ സായിദുൻ അലാ മാലി. അയാളുടെ ടോട്ടൽ വർത്ത്, അയാളുടെ മൊത്തം സമ്പത്ത്, നെറ്റ് വർത്ത് അതിനേക്കാൾ കൂടുതൽ കടമുള്ള ആൾ. അയാളുടെ മൊത്തം സമ്പത്ത് കൂട്ടി ഒരു 75 ലക്ഷത്തിനുള്ള ഉള്ളൂ. പക്ഷെ അയാൾക്ക് കട എത്തലുണ്ട്, 1 കോടി രൂപ കട ഉണ്ട്. അയാൾ വാങ്ങാൻ തൊലഞ്ഞ ആളാണ് അല്ലേ. നേരെ മറിച്ച് അയാൾക്ക് 75 ലക്ഷത്തിൻ്റെ കട ഉണ്ട്, ആസ്തി ഉണ്ട്. പക്ഷേ അയാൾക്ക് കട എത്തുള്ളൂ 10 ലക്ഷം ഉള്ളൂ. എന്നാൽ അയാൾ അങ്ങനെ തൊലഞ്ഞ ആളൊന്നുമല്ല. വലിയ കട ആണ് സംഭവം 10 ലക്ഷം. പക്ഷേ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാൽ ആ ഒരു കടം തീർക്കാനുള്ള ഒരു മാർഗ്ഗം അവിടെ ഉണ്ട് അല്ലേ. പോട്ടെ. അടുത്തത്
ശുരിത്ത ഫിൽ മുഖാരി വായ്പ വസ്തുവിൽ നിബന്ധനയാണത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സ്പീഡ് പറയണം. ആ യുംകിനൽ എന്തിഫാവു ബീമാബക്കായി അയിനികി, ആ വസ്തുവിൻ്റെ തടി, ആ സാധനം ബാക്കിയാവലോട് കൂടി അതുകൊണ്ടുള്ള ഉപയോഗം പറ്റുന്നതാവണം. ഉദാഹരണമായിട്ട് വായ്പക്ക് നമ്മൾ അയൽവക്കത്ത് നിന്ന് മെയ്ത്തിരി വാങ്ങി അല്ലേ, നമ്മൾ എന്തിനാണ് വാങ്ങണത്? പയം പുഴുങ്ങാനാണോ? അല്ല, കത്തിച്ചിട്ട് ആ വിളക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തടി ബാക്കി ഉണ്ടാവുമോ? അത് എണ്ണയായിട്ട് തീർന്ന് പോകില്ലേ അല്ലേ? അതുകൊണ്ട് അതൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ബാക്കിയാണതാണ് വായ്പ വാങ്ങുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ചുരിദാർ, മാല അല്ലേ. അടുത്തത് ലോസ്ബു വഹുവ ഹെറാമൻ അല്ലേ, മറ്റൊരാളെ സമ്പത്ത് അപഹരിച്ചെടുക്കൽ അതെന്താണ്? ഹെറാമാണ്. ലുക്കത്തുൽ ഹെറാമി ലാ യജൂസു അഖ്ദുവ ഇല്ലാ ലിൽ ഹിഫ്ളി, നമുക്ക് വീണ് കിട്ടിയത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഹെറമെന്നാണ് നമുക്കൊരു സംഗതി വീണ് കിട്ടിയതുണ്ടെങ്കിൽ, നമ്മൾ ഹജ്ജിന് ഉംറയൊക്കെ പോയേക്കാണ്, ഹെറമെന്ന് നമുക്കൊരു സാധനം വീണ് കിട്ടി എന്നാൽ അത് സൂക്ഷിച്ച് വെക്കാനല്ലാതെ നമ്മൾ എടുക്കാനേ പാടില്ല. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു 1 വർഷം പരസ്യം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പരസ്യം ചെയ്ത് അതിൻ്റെ ആൾ വന്നില്ലേ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഹെറമെന്നാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല, സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത പൂരിപ്പിക്കാനാണ്. വല്ലാഹു ഫി ഔനി ലാബദി മാദാമ ലാബദു ഫി ഔനി അഖീഹി, ഒരാൾ മറ്റൊരു സഹോദരനെ അഥവാ അയൽവാസികളെ മറ്റൊക്കെ നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹായിക്കുന്ന ആളുണ്ടല്ലോ അയാൾ അള്ളാഹു വേറെ രൂപത്തിൽ സഹായിക്കും. ഇപ്പോൾ എം എ യൂസഫ് അലി അല്ലേ, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എങ്ങനെയായാലും കൂടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എത്രങ്ങാനും പിന്നെ ദാനധർമ്മം മറ്റോ ചെയ്യണത്. ഇപ്പോൾ അല്ലേ, ഇന്നലെ മൂപ്പര് എന്ത് ചെയ്തു, സമസ്തക്ക് വേണ്ടിയിട്ട് 7.5 കോടി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനം എന്തോ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ പല പാവപ്പെട്ടവർക്കും അല്ലാതെയൊക്കെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ചുരുങ്ങുണ്ടോ? ഇല്ല, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം 65,000 കോടിയും കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി കേട്ടോ. അടുത്തത് അസ്സലമു ഹുവ ബൈഉ ഷൈഇൻ മൗസൂഫിൻ ഫി ദിമ്മത്തി, ഉത്തരവാദിത്തത്തിൻ്റെ വിശേഷണം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. 3 റിബൽ ഫളൻ വഹുവ സിയാദത്തു അഹദിൽ ഇവളൈനി അല്ലേ, അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ബിരിയാണിയും ചാക്കരിൻ്റെയും കാര്യം വെച്ചിട്ട് രണ്ടിലൊരു ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരാൾ കൂടുതൽ ഒരാൾ കുറവ് കൊടുക്കുക അല്ലേ. അങ്ങോട്ട് എന്ത് ചെയ്തു, നമ്മൾ പിന്നെ 5 കിലോ ബിരിയാണി അരി കൊടുത്തു, ഇങ്ങോട്ടത്ത് 8 കിലോ ചാക്കരി വാങ്ങുക. അപ്പോൾ ഒരാൾ കൂടുതൽ വാങ്ങിയില്ലേ, അതാണ് റിബൽ ഫളൽ. അവിടെ ബിരിയാണിക്ക് കൂടുതൽ വാല്യൂ ഉണ്ടോ വില ഉണ്ടോ എന്നുള്ളതൊന്നും ഇല്ല. അടുത്ത റിബൽ ഇത് കൈപ്പലിശ വഹുവ മുഫാറഖത്തു അഹദിൽ അഖദൈനി ഖബല തഖാബുലി, 2 ഇടപാടുകാർ അതിൽ അവർ പരസ്പരം ഈ സമ്പത്ത് കൈമാറണതിന് മുമ്പായിട്ട് ഒരാളതിൽ നിന്ന് പിരിഞ്ഞ് പോവുക, അതാണ് ഇവിടെ ഉള്ളതിൻ്റെ അർത്ഥം. അതിൻ്റെ ഉദാഹരണമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വർണം വാങ്ങിയിട്ട് പോയി അല്ലേ, പൈസ എന്ത് ചെയ്യുക, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി, പാളി. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ പൈസ അല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് വാങ്ങിയാലും മതിയായി അല്ലേ, റിബൽ അതായിട്ട് മാറും കേട്ടോ. 5 അൽ ഇജാറത്തു ഹിയ തംലീഖു മൻഫഅത്തിൻ ബിഅവലിൻ ബി ശുറൂത്തിൻ മഖ്സൂസത്തിൻ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ. നമ്മൾ ദാർപ്പായിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വസ്തുവിൻ്റെ ഉപകാരത്തെ വാങ്ങുക, അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂലി കൊടുക്കുക പ്രത്യേകമായ രൂപത്തിലൂടെ. വാടകയ്ക്ക് നമ്മൾ ദാർപ്പായി വാങ്ങുന്നു, നമ്മൾ പരിയത്തെ ഫംഗ്ഷൻ നടത്തുന്നു, ദാർപ്പായി അയക്കുന്നു, കടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ ദാർപ്പായി കൊണ്ടുള്ള ഉപകാരം എടുത്തതിൻ്റെ കാരണമായിട്ട് നമ്മൾ 50 ഉറുപ്പിക എത്രയാണെന്ന് വെച്ചാൽ വാടക കൊടുക്കുന്നു. അടുത്തത് കാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദിമാക്കും, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് അർക്കാനുൽ ആരിയത്തി, വായ്പ കൊടുക്കണതിൻ്റെ വായ്പൻ്റെ റുക്കിനുകൾ എന്തൊക്കെ? മുഗീർ, മുസ്തഗീർ, മുഗാർ, സീഗ അല്ലേ. വായ്പ കൊടുക്കുന്ന ആൾ, വായ്പ വാങ്ങുന്ന ആൾ, വായ്പ കൊടുക്കപ്പെടുന്ന ആ വസ്തു, അതിൻ്റെ രൂപം. വസ്തുവിൻ്റെ രൂപമല്ല, വായ്പ കൊടുക്കണതിൻ്റെ രൂപം കേട്ടോ മക്കളെ. അർക്കാനുൽ ഇജാറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലോ, അതായത് പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ, വാടകയ്ക്ക് വാങ്ങുന്ന ആൾ, പിന്നെ വാടകയ്ക്ക് ഞാൻ നൽകിയെന്ന് പറയാം, വാടകയ്ക്ക് ഞാൻ വാങ്ങിയെന്ന് പറയാം, അതാണ് ഈജാബ്. രണ്ടാമത്തേതാണ് കബൂല്. അതോടൊപ്പം തന്നെ വാടകൻ്റെ ആ കൂലി, പിന്നെ ആ വാടകയ്ക്ക് വാങ്ങിയ വസ്തുവിൻ്റെ ഉപകാരം, അതാണ് മൻഫഅത്ത്. ഉജറത്ത് കൂലി, മൻഫഅത്ത് അതുകൊണ്ടുള്ള ഉപകാരം കേട്ടോ. ഇവിടെ ഇതിൻ്റെ ക്രമത്തിലാട്ടോ ഈ സംഗതികൾ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം മനസ്സിലാക്കിയാൽ മതി, ഡൗട്ട് വരാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത അർക്കാനുൽ ഖിറാദ്, ലാഭക്കൂറ കച്ചവടത്തിൻ്റെ റുക്കനുകൾ. മാലിക്ക്, ആമില്, മാല്, അമല്, റിബ്ഹ്, ഈജാബ്, കബൂല് അല്ലേ. അഥവാ പൈസ ഉള്ള ആൾ, ബിസിനസ് ചെയ്യുന്ന ചെറുക്കന്മാർ, ബിസിനസ് ചെയ്യാൻ കഴിയണമല്ലോ, നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാലിക്കിൻ്റെ ഉടമസ്ഥൻ്റെ സമ്പത്ത്, അതോടൊപ്പം തന്നെ ആ ലാമൊരു പണി, അഥവാ ബിസിനസ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ റിബ്ഹു, ലാഭം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒന്നെങ്കിൽ പിന്നെ പൈസൻ്റെ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പകുതി, ബിസിനസ് ചെയ്യുന്ന ആൾക്ക് പകുതി, അല്ലെങ്കിൽ 3-2, 3-1 ഈ രൂപത്തിൽ കേട്ടോ. അതോടൊപ്പം തന്നെ
ഈജാബ് കബൂൽ അല്ലേ, ഈ പൈസ വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ മറ്റേ ബിസിനസ് ചെയ്യാനുള്ള അന്തം ബുദ്ധിയുള്ള ആൾ പറയുകയാണെന്ന്, പുതിയ ചെറുക്കന്മാരില്ലേ, പുതിയ പയ്യന്മാർ, അതിനൊക്കെ നല്ല ബുദ്ധിയില്ല ഒരു പറയണത് ആയിക്കോട്ടെ നിങ്ങളെ പൈസ വെച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റെടുത്തു, ഞാൻ ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ ലാഭവും വിഹിതവും അവിടെ ചർച്ച ചെയ്യണം കേട്ടോ, കൃത്യമായിട്ട് തീരുമാനിക്കണം. നമ്മൾ കുറച്ച് സ്പീഡിലാണ് ഇപ്പോൾ പറയണത്, കാരണം ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോ. കാരണം ഓൾറെഡി നമ്മളെ ഫസ്റ്റ് പേപ്പർ നല്ല ലെങ്ത്ത് ഉണ്ട്, വിശദീകരണം ആവശ്യമാണ്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യുക, പാടെടുക്കല്ല. ഇൻഷാല്ലാ നമ്മളെ പാഠത്തിൽ നമുക്ക് ഇൻഷാല്ലാ വിശദമായിട്ട് ഉഷാറായിട്ട് പഠിക്കുക, ചർച്ച ചെയ്ത് സംശയം നിവർത്തി പഠിക്കുക. ഇത് നമ്മൾ റിവിഷനാണ്, ഒരു രാത്രി കൊണ്ട് 1-2 രാത്രി കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറുണ്ട്. നമ്മൾ വേറെ നീളം കൂട്ടി നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടാവും, പരീക്ഷയ്ക്ക് ഫുള്ള് കേൾക്കാൻ ടൈം കിട്ടില്ല. അടുത്തത് അർക്കാനുൽ വക്കാലത്തിൻ്റെ റുക്കുനുകൾ. അഥവാ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ റുക്കുനുകൾ എന്തൊക്കെയാണ്? വക്കീൽ ഫിഹി ഈജാബ്. കാര്യം ഏൽപ്പിക്കുന്ന ആൾ, അത് ഏറ്റെടുത്ത ആൾ, ഏൽപ്പിക്കപ്പെട്ട ആ സംഗതി, അതിൻ്റെ ഈജാബ് അല്ലേ. വാപ്പ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏൽപ്പിക്കുമല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നുബയ്യിന് വിശദീകരിക്കാനാണ്. ലുക്കത്ത് എന്നുള്ള നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിബത്തു അഥവാ വെറുതെ കൊടുക്കുക. ഹിയ തംലീഖു ഷൈഇൻ ബിലാ ഇവദിൻ. ഒന്നും പകരം അങ്ങോട്ട് കൊടുക്കാതെ വെറുതെ അങ്ങോട്ട് തരുന്നത് ഉടമപ്പെടുത്തുക, വാങ്ങുക. അതിനാണ് ഹിബത്ത് എന്ന് പറയുക അല്ലേ. ഗിഫ്റ്റ് കൊടുക്കൂലേ നമ്മൾ, അതിനെ മക്കളെ നമ്മളത് വെച്ച് തുടങ്ങിയത് അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പരസ്പരം സ്നേഹമൊക്കെ കൂടും, പരസ്പരം എന്തെങ്കിലും അസൂയയും വിദ്വേഷമൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കിട്ടും. അടുത്തത് ബൈഗ്, കച്ചവടം. എന്താണ്? മുഖാബലത്ത് മാലിൻ ബി മാലിൻ അലാ വജീൻ മഖ്സൂസിൻ. പ്രത്യേകമായ രൂപത്തിലൂടെ സമ്പത്ത് കൊണ്ട് ആഭിമുഖീകരിക്കലാണ് കച്ചവടം അല്ലേ. നമ്മൾ സ്വർണ്ണം വാങ്ങാൻ പോകുമ്പോൾ സ്വർണ്ണം അങ്ങോട്ട് വാങ്ങും, പൈസ അങ്ങോട്ട് കൊടുക്കും അല്ലേ. പൈസ എന്നുള്ളതൊരു സമ്പത്താണ്, സ്വർണ്ണം എന്നുള്ളത് മറ്റൊരു സമ്പത്താണ്. അപ്പോൾ പൈസ അങ്ങോട്ട് കൊടുത്തു, പൈസ എന്നുള്ള സമ്പത്തിന് അങ്ങോട്ട് കൊടുത്തപ്പോൾ സ്വർണ്ണം എന്ന സമ്പത്തിന് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. അടുത്തത് മക്കളെ റിബവി അഥവാ പലിശ വരാവുന്ന വസ്തുക്കൾ എന്തൊക്കെ? നഖദും മതവും ഫഖദ്. നാണയവും അതുപോലെ തന്നെ ഭക്ഷണവും മാത്രമാണ് പലിശ വരാവുന്ന വസ്തുക്കൾ അല്ലേ. നമ്മളൊരാൾക്ക് 10,000 റുപ്യ കൊടുത്തു, അയാളിൽ നിന്ന് നമ്മൾ 12,000 റുപ്യ തിരിച്ചു വാങ്ങൽ, അത് പലിശയാണ്. അതുപോലെ ഭക്ഷണത്തിന് അതിപ്പോൾ പൊതുവെ അങ്ങനെ വരാറില്ല, പക്ഷേ അത് വരികയാണെങ്കിൽ എങ്ങനെ? പണ്ടൊക്കെ ഇപ്പോൾ പൊതുവെ എന്തെങ്കിലും ഭക്ഷണം തന്നെയായിരുന്നു അല്ലേ. ഉദാഹരണമായിട്ട് ഒരാൾ പറഞ്ഞത് 5 കിലോ ബിരിയാണി ഞാൻ എനിക്ക് തരാം, ഇപ്പം എനിക്ക് അർജൻറ്റാണല്ലോ, അപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് കിട്ടൂല, പീടിക്ക് പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പീടി തുറന്നിട്ടില്ല, 5 കിലോ ബിരിയാണി എനിക്ക് ഞാൻ തരാം, പിഞ്ച് ഇങ്ങോട്ട് 8 കിലോ ചാക്കേരി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പലിശയാണ്. അത് ഭക്ഷണത്തിൽ വരുന്ന ബത്തോമിൽ വരുന്ന പലിശൻ്റെ രൂപമാണ് കേട്ടോ, റിബവിയാണ്. അടുത്തത് കറള് എന്ന് വെച്ചാൽ കടം. തംലീഖു ഷൈഇൻ അലാ യറുദ മിസ്ലഹു. ഒരു സംഗതിനെ ഉടമപ്പെടുത്തുക, ഒരു വസ്തു, ഒരു സമ്പത്തിനെ ഉടമപ്പെടുത്തുക. അലാ യറുദ മിസ്ലഹു, അതേമാതിരി സംഗതി തിരിച്ച് അങ്ങോട്ടും കൊടുക്കും എന്ന വ്യവസ്ഥയിൽ, അതേമാതിരി കേട്ടോ. അഥവാ 10,000 റുപ്യ അങ്ങോട്ട് വാങ്ങിയാൽ 10,000 റുപ്യ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. 1 കിലോ പഞ്ചാര അയലോകത്ത് നിന്ന് അങ്ങോട്ട് കടം വാങ്ങിയാൽ 1 കിലോ പഞ്ചാര അങ്ങോട്ട് കൊടുക്കുക കേട്ടോ, അതാണ് സംഗതി. അടുത്ത മക്കളെ ഉത്തരം എഴുതാനുണ്ടോ? അൽ മിസ്ലിയുമാഹു, അതേപോലുള്ള സാധനം എന്ന് വെച്ചാൽ എന്താ? അൽ മിസ്ലിയുമാ ഹെസറോ കായിലുൻ ഔ വസ്നുൻ. ഇനി അളന്ന് തൂക്കുന്നതാണെങ്കിൽ അളവിൽ, ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ അളവാ അല്ലേ, തൂക്കുവരയിലും വെളിച്ചെണ്ണയ്ക്ക് അളവാ, തൂക്കാണെങ്കിലും ആര്യക്ക് തൂക്കുക ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വാങ്ങിയത് അല്ലെങ്കിൽ എന്തോ ഇടപാടായിക്കോട്ടെ, അളവ് അളക്കുന്നതാണെങ്കിൽ അളവ് കറക്റ്റായിട്ട്, തൂക്കുന്നതാണെങ്കിൽ തൂക്കം അതുപോലെ തന്നെ തുല്യമാക്കുക. അതാണ് അത് മിസ്ലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാ തൊട്ട് മുകളിൽ മിസ്ലഹു എന്ന് പറഞ്ഞല്ലോ, അതുപോലെയുള്ളത് എന്ന്, അതിൻ്റെ ഒരു ഉദാഹരണമാണത്. 2 തെൽസമുൽ ഹിബത്തു ബിമ. വെറുതെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ, അത് എപ്പോഴാണ് സ്ഥിരപ്പെടുക? തെൽസമുൽ ഹിബത്തു ബി ഖബലിൻ, അഥവാ വെറുതെ തന്നാൽ തന്നെ അതാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് 10ാം ക്ലാസ് ജയിച്ചിട്ട് എനിക്ക് ഞാനൊരു ഐഫോൺ വാങ്ങി തരട്ടോ എന്ന് വെച്ച് പൊലിപ്പിച്ചിക്കണ്, പക്ഷെ കിട്ടിയിട്ടില്ല, അത് ഹിബത്തായില്ല. സംഗതി കിട്ടിയാൽ തന്നെ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ, അപ്പോഴത് സ്ഥിരപ്പെടുള്ളൂ എന്ന്. അല്ലാതെ വാപ്പ എനിക്ക് തരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തില്ല കാര്യമില്ല, അത് ഹിബത്തായിട്ട് കൂട്ടില്ല. അത് പണ്ട് 10ാം ക്ലാസ് ജയിച്ചിട്ട് എനിക്കും തരാമെന്നൊക്കെ പറഞ്ഞേന്, ഞാൻ ആരോടും ചോദിച്ചില്ല, പക്ഷെ എനിക്ക് തരുമെന്ന് പറഞ്ഞേന്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. പഠിച്ചോണ്ട് തോഫിയെ കൊണ്ട് 10ാം ക്ലാസ് തന്നെ ഞാൻ അതായിട്ട് പൈസ അല്ലാണ്ട് തോഫിയെ കൊണ്ട് ഉണ്ടാക്കി ഫോൺ വാങ്ങണത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ ഫോൺ ഉണ്ട്, അന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് ഫോൺ ഇട്ട് പറഞ്ഞാൽ പോട്ടെ. അടുത്തത് യഹ്റുമുൽ ഇഖ്റാദു മത. കടം കൊടുക്കൽ ഹറാമാണ്. ഇപ്പോൾ യഹ്റുമുൽ ഇഖ്റാദു ഇന്ദൽ അന്നലാഖിദ യുൻഫിഖു ഫിൽ മഅസിയത്തി. തെറ്റിന് വേണ്ടിയിട്ട് ആ സമ്പത്ത് അയാൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, എന്നാൽ പിന്നെ അയാൾക്ക് കടം കൊടുക്കൽ ഹറാമാണ്. ഒരാൾ കള്ളുടിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങണത്, കടം വാങ്ങണത്, എന്നാൽ പിന്നെ കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. ജോയിൻറ്റും കല്ലും മുള്ളും പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അയാൾ വാങ്ങണത് നമുക്കറിയും, എന്നാൽ പിന്നെ കൊടുക്കൽ ഹറാമാണ്. അടുത്തത് മാതാ യദ്ഖുലു ഫീ ബൈഇ ഷജരിൻ. ഒരു മരവായല്ല മരം വാങ്ങുമ്പോൾ, മരം വിൽക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? വയദ്ഖുലു ഫീ ബൈഇ ഷജരിൻ ഗൈറുൻ വഉസ്നുൻ റത്ബുൻ.
അല്ലേ, അതിൻ്റെ വേരുകളും അതിൻ്റെ പച്ചക്കൊമ്പുകളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. ഉണങ്ങിയ ചില വടികളൊക്കെ ഉണ്ടാവും അല്ലേ, അതൊന്നും പൊതുവെ മൈൻഡ് ചെയ്യലില്ല, അതൊക്കെ അവിടെ കടക്കും. പിന്നെ ആലോചിച്ചാലോ ആ പിന്നെ തോട്ടത്തിൻ്റെ പരിസരത്തുള്ളവരൊക്കെ വന്ന് എടുത്ത് കൊണ്ടുവരാം പൊതുവെ. മക്കളെ ഈ പേപ്പർ നമ്മൾ വളരെ പെട്ടെന്ന് കവർ ചെയ്ത് നമുക്ക് അടുത്ത പേപ്പറിലേക്ക് കിടക്കാം, ആവർത്തിച്ച് സ്കിപ്പ് ചെയ്യാം. എല്ലാം കൂടി കേട്ടാൽ നമുക്ക് ഇൻഷാല്ലാ നല്ല ഒരു സ്കോർ നേടാനുള്ള സാധ്യതയുള്ളൂ. സ്കോർ മാത്രമല്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നുള്ളതും കൂടി പ്രധാനമാണല്ലോ അല്ലേ. നമുക്ക് അടുത്ത് നോക്കാം. മൂന്നാമത്തെ പേപ്പറിലേക്ക് കിടക്കാം, യോജിപ്പിക്കാൻ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ നേരത്തെയൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ വന്നിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ വന്നിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ വന്നിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം നോക്കാം. വലായ ജൂസു ബൈഉ സമറത്തിൻ ഇല്ലാ ബഅദ ബുദുവി സ്വലാഹിക അല്ലേ. ഒരു പഴം അത് വിൽക്കൽ അനുവദനീയമല്ല ഏതുവരെ, അത് വിൽക്കാൻ പാകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പറിച്ച് വിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലേ. പലപ്പോഴും ആൾക്കാർ അത് പാകം അയക്കണമെന്ന് കണ്ടിട്ടല്ലേ വാങ്ങുക. അപ്പോൾ നമ്മൾ ആ പാകം ആകാതെ വിറ്റ് അവിടെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ പൗത്ത വാങ്ങിയാണെന്ന് കരുതി വാങ്ങും, പിന്നെ ചെറുക്കൻ ആയിട്ടും ഉണ്ടാവും, ആകെപ്പാടെ വാണി ചുങ്ങി പൈസ നഷ്ടമാണ്. അപ്പോൾ അത് ട്രസ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യും കടക്കാരോടുള്ള കേട്ടോ. അപ്പോൾ ശരിയാവില്ല. അതേസമയം നമുക്ക് പിന്നെ ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ ആവശ്യമാണ്, വേറെ കാര്യം അതിനുള്ള നമ്മൾ വേറെ വാങ്ങുമല്ലോ. ഇതങ്ങനെയല്ല, പൗത്തത് എന്ന് കരുതി നമ്മൾ വാങ്ങുന്നത് ചിലതുണ്ടാവും പാകം ആകാത്തത്. അടുത്തത് ഏഴാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാണ്. എട്ടാമത്തെ ചോദ്യം. മനു തസറുഫി മാലിയിൻ ബി സബബിൻ ഖാസിൻ അൽ ഹജറു. ചില പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ സമ്പത്ത് ഉപയോഗിക്കൽ തടയുക, അതാണ് എന്ത് ഹജർ അഥവാ ജപ്തി ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കിയ വീട് വെക്കും, ബാങ്കുകാർ ഒന്ന് ജപ്തി ചെയ്യും അല്ലേ. എന്തുകൊണ്ടാ, ബാങ്കിൽ നിന്ന് പൈസ എടുത്തു, അതിൻ്റെ പലിശ ഒന്നും പലർക്കും അടക്കാൻ പറ്റാതെ കുടുങ്ങി ലാസ്റ്റ് എന്ത് ചെയ്യും, ബാങ്കുകാർ വന്നിട്ട് അത് പൂട്ടിങ്ങാണ്ട് സീൽ വെച്ചിട്ട് പോകും. അതുകൊണ്ടൊക്കെയാണ് ഇസ്ലാം പലിശ ഹറാമാക്കിയിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ നമുക്ക് 2 വീതം എഴുതാനാണ്. ഷുറൂത്തുൽ ഹവാലത്തി സ്കിപ്പ് ചെയ്യാണ്ട് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്കിപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് അല്ലേ. രണ്ടാമത്തത് എന്താണ്, ലാഭക്കൂറ കച്ചവടം അല്ലെ, ബിസിനസ് ചെയ്യാൻ എന്തുള്ളോളം പൈസ ഉള്ള പൈസക്കാരനും. പിന്നെ മൂന്നാമത്തെ നമ്മൾ പിന്നെ വാടകയ്ക്ക് എടുക്കുന്നത്, നാലാമത്തെ നമ്മൾ വായ്പ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതി കൊടുത്താൽ മതി മക്കളെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല സാധ്യത ഉള്ളതാണ്, കാരണം ഇതൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ. കാക്കച്ചി വരെ അവിടെ ശരിയാക്കുന്നുണ്ട് നമ്മളെ പിന്നെ ഉച്ചക്കത്തെ മന്തി ബാക്കി വന്ന ആളാണ്. അടുത്ത മൂന്നാമത്തത് 3-1 വക്കാലത്ത് സ്കിപ്പ് ചെയ്യണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ മിക്കവാറും വേഗം കഴിയുണ്ടോ, കാരണം ഒന്നാമത്തെ പേപ്പർ നമുക്ക് കൂടുതൽ ടൈം വന്നത്, കാരണം അതിൽ നമ്മളെല്ലാം ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തോ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്, മൂന്നാമത്തോ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്, നാലാമത്തോ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത യുജീബ് ഉത്തരം ഇടാനാണ് എബറോല, അതും നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മക്കൾ, അതുകൊണ്ട് വീണ്ടും പറഞ്ഞ സമയം കളയണ്ടല്ലോ. അതിൽ തന്നെ രണ്ടാമത്തോ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. മാതാ യജിബു അലൽ മുസ്തഗീരി ഇൻ തലിഫൽ മുസ്തആറു അല്ലേ. വായ്പ വാങ്ങിയ വസ്തു നശിച്ചാൽ വായ്പ വാങ്ങിയ ആൾക്ക് എന്താണ് നിർബന്ധം, ആ വായ്പ വസ്തുവിൻ്റെ ആ നശിക്കുന്ന സമയത്തുള്ള അതിൻ്റെ വില, ആയിരത്തിനാണ് വായ്പ വാങ്ങിയത്, അത് കൊടുക്കൽ നിർബന്ധം അല്ലേ. വായ്പ വാങ്ങിയിട്ട് മാലക്കെട്ട് പോയി, ബൈക്കിൽ വന്നുകാണ്ട് പറിച്ചെടുത്തുകാണ്ട് മാല കൊണ്ടുപോയി, അങ്ങനെയാണെങ്കിൽ വായ്പ വാങ്ങിയോല് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ആ സമയത്തുള്ള പൈസ. നേരത്തെ നമ്മൾ വേറൊരു കാര്യത്തിൽ അഥവാ കട്ടെടുക്കണമെങ്കിൽ പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഏറ്റവും കട്ടെടുത്തത് മുതൽ ഇതുവരെയുള്ള ഏറ്റവും ഹയസ്റ്റ് വിലയാണ് കൊടുക്കേണ്ടതെന്നാണ്. ഇവിടെ അങ്ങനെയല്ല, വായ്പയിൽ ആ നശിച്ച സമയത്ത്, നഷ്ടപ്പെട്ടു പോയ സമയത്ത്, അത് ഞാൻ ആരും കട്ടെടുത്താണെങ്കിൽ അങ്ങനെ ആ സമയത്തുള്ള വില നമ്മൾ കൊടുക്കേണ്ടി വരും. മിക്കവാറും അങ്ങനത്തെ ഒന്നും വായ്പ വാങ്ങാതെ കേട്ടോ മക്കളെ. ഇമ്മച്ചേരൊക്കെ അങ്ങനത്തെ വാങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ തടിക്ക് കേടാന്ന് പറഞ്ഞു കൊടുത്താണ്ടി. നാലാമത്തെ എബിയുൽ കാതിൽ മർഹൂന് മത്ത, പിന്നെ പണയമായി വെച്ചത് കാലിയേര് വിറ്റുകാണ്ട് എന്ത് ചെയ്യും, അത് വിൽക്കും. അത് എപ്പോഴാണ്, ഫൈൻ അസ്വറൽ ഇംതിനായി ബാവുൽ കാതി, പണയമായി വെച്ചു. എന്തിനാണ് പണയമായി വെക്കണം, ഒരാൾക്ക് പൈസ കൊടുത്തു, അതിന് പണയമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ചു, അയാൾ എന്ത് ചെയ്യുക, പണം തിരിച്ചങ്ങോട്ട് അടക്കണില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പണയം വെച്ച വസ്തു വിറ്റുകാണ്ട് എന്ത് ചെയ്യുക, ഇയാൾ കൊടുത്ത പൈസേൻ്റെ നഷ്ടപരിഹാരമായിട്ട് എടുക്കുക. പക്ഷേ ഇയാൾ വിൽക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇസ്ലാമിക നിയമപ്രകാരം അത് കാലി വിറ്റിട്ട് എന്ത് ചെയ്യും, അത് പരിഹാരമായിട്ട് ഇയാൾക്ക് പൈസ കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ നിയമമൊന്നുമില്ല, ഇവിടെ ഇസ്ലാമിക നിയമമൊന്നുമില്ല. ഇവിടെ ബാങ്കിലാണ് മിക്കവാറും നമ്മൾ പണയം വെക്കാറുള്ളത്. പല ആൾക്കാരും ബാങ്കിലാണ് പണയം വെക്കുക, മിക്കവാറും ബാങ്കുകാരനെ ചെയ്യാളൊക്കെ ചെയ്തോളും. അത് നമ്മളെ സമ്മതം ഉണ്ടോ സമ്മതമില്ല എന്നൊന്നും ഒരു നോക്കൂല. അടുത്ത റിബൻ നസാഹ് മാഹുവ,
അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി ഒന്ന് പറയാം അല്ലേ. ഇടപാടുകാർ ഒരാൾ അങ്ങോട്ട് കൊടുക്കാണ്ട് ഒരാൾ ഇങ്ങോട്ടും തരാണ്ട് അല്ലേ. അങ്ങോട്ട് കൊടുക്കാനുള്ളത് വാങ്ങി, ഇങ്ങോട്ടുള്ളത് ഇപ്പം ഇഞ്ചടുത്ത് തരാനില്ല, ഒരു മാസം കൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് ഓന് കിട്ടാനുള്ള ഓനാണ് വാങ്ങിപ്പോൾ ഇയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തവില്ല അല്ലേ. അപ്പോൾ അയാൾക്കല്ല ഇപ്പോൾ ഫുള്ള് കിട്ടിയത്. അയാളെ സമ്പത്ത് ഓൾറെഡി അയാളടുത്ത് സേഫാണ്, ഇവൻ്റെ സമ്പത്തും കൂടി അങ്ങോട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. ഇതാണ് റിബൻ നസാ. ഉദാഹരണമൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത് നമുക്ക് ഇനി പൂർത്തിയാക്കാനാണ്. അതിലൊന്നാമത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്, നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. നാലാമത്തെ നമ്മൾ പറഞ്ഞത് മത്തുലുൽ ഗനിയ്യുൽ വൽമൻ വ ഇദാ ഉതുബിയ അഹദുക്കും അലാ മലീഇൻ ഫല്യത്ബഅ അല്ലേ. ഇപ്പോൾ ഒരു കടം വാങ്ങിയാൾ കടം വീട്ടാനുള്ള പൈസ ഉണ്ട്, പൈസക്കാരനാണ്, പക്ഷെ എന്നിട്ടും അയാൾ ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടൊക്കെ കടം വീട്ടാതെ, അതെന്താണ്? അക്രമമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അയാളെ ശിക്ഷിക്കാൻ വരെ, അയാളുടെ മാനത്തെക്കുറിച്ച് സംസാരിക്കാൻ വരെയുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ചില സംസാരങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണമുണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോൾ അത് വിശദീകരിക്കില്ല. ഇനി നമുക്ക് അടുത്ത് പരിഭാഷപ്പെടുത്താനാണ്. ഇഷ്തറ വാങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി, ത്വാമൻ ഭക്ഷണത്തെ വാങ്ങി. ആരത്തുനിന്ന്? മിനി യഹൂദിയൻ, ഒരു യഹൂദിയിൽ നിന്നാണ് വാങ്ങിയത്. ഇലാ അജ്ലിൻ, ഒരു നിശ്ചിത തീയതി വരെ വാങ്ങി. വറഹനകു, എന്നിട്ട് അതിന് പണയമായിട്ട് വെച്ചു. ദിറൻ, ഒരു അങ്കി. ലഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അങ്കി, പടയങ്കി വെച്ചു. മിൻ ഹദീദിൻ, ഇരുമ്പിൻ്റെ ഒരു പടയങ്കി പണയമായി വെച്ചു അല്ലേ. ഒരു പണയത്തിൻ്റെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവാണ് അത്. സ്പീഡിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഇനി ഒരു പേപ്പർ കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായി. അതിലും കൂടിയുള്ള 2-3 ചോദ്യങ്ങൾ മിക്കവാറും ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ടാവുള്ളൂ. കൂടി നോക്കട്ടെ നമുക്ക്. ഇന്നത്തെ പേപ്പർ യോജിപ്പിക്കാൻ തന്നെയാണല്ലേ. വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തു. കാരണം എന്താ? കച്ചവടം എന്നുള്ളത് എന്താണ്? നമ്മുടെ സമ്പത്തിനെ ഒരാൾ പൈസ തരുന്നു, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ. പലിശ ആകുമ്പോഴോ നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ. നമ്മൾ 10,000 റുപ്യ തരുമെന്ന് ചോദിക്കും, തരാം, പക്ഷേ 12,000 റുപ്യ തിരിച്ച് തരണം. അയാൾക്ക് 10,000 തന്നെ എല്ലാവരും ലയിച്ച് ചോദിക്കണത്, പിന്നെ 12,000 അയാൾക്ക് ഉണ്ടാവില്ലടാ. ഒരിടം തെറ്റിയാൽ മതി ഇവന് മൂഞ്ചി. പ്രത്യേകിച്ച് ഹൗസ് ലോണൊക്കെ ആണെങ്കിൽ, പിന്നെ വീടിൻ്റെ ലോണൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. പൊട്ടക്കേറ്റൊക്കെ വെള്ളം ഒഴിച്ച മരിയൊക്കെ അതും തീർന്നിട്ടില്ല. അടുത്തത് റിബൽ ഫദൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബയു സലം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖിയാർ 3 ഇലമാണ്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആറാമത്തത് കറല് അഥവാ കടം കൊടുക്കുക എന്നുള്ള സുന്നത്ത്, അതിൻ്റെ വിധി എന്താ? സുന്നത്താണ് കേട്ടോ. ചിലപ്പോൾ നിർബന്ധമാണ്, സാഹചര്യമൊക്കെ ഉണ്ട്, പോട്ടെ. ഈ രണ്ടാമത്തെ നമുക്ക് പൂർത്തിയാക്കാനാണ്. അതിലൊന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുകയാണ്. മൂന്നാമത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുകയാണ്. നാലാമത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുകയാണ്. അഞ്ചാമത്തത് നല്ലൊരു പോയിൻ്റ്. അമൻ അഖദ ഷിബറൻ മിൻ അർളിൻ ദുൽമൻ, ഒരാളുടെ ഒരു ഭൂമിൻ്റെ ഒരു ചാണ് ഭൂമി ആരെങ്കിലും ആക്രമിച്ചെടുത്താൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരാൾ ഗൾഫിലൊക്കെ കയറാം, എന്നിട്ട് അതിൽ വല്ല തിരക്കി എന്ത് തേങ്ങ കൊണ്ട് കിട്ടാനുള്ളത് തിരക്കി എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ എടുക്കുന്ന ആൾക്കാർ അത് ഖിയാമത്ത് നാളിൽ ഭൂമിൻ്റെ അത്രയും വലുപ്പത്തിൽ അതിങ്ങനെ തൂക്കി ഇങ്ങനെ കൊണ്ടുനടക്കും, സ്വന്തം തടിമ അത്രയും ഭാരമാക്കുക, അതുകൊണ്ട് അനുഭവപ്പെടും. ഭൂമി നമ്മുടെ ശരീരത്തിൽ വെക്കുന്ന ഭാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഭാരമായൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. എനിക്കല്ലേ ഭൂമി വേണ്ടിയത് എടുത്തുകൂടെന്ന് പറഞ്ഞിട്ടേ അതാ നല്ലോണം തൂക്കിത്തരും. പിന്നെ അടുത്തത് ആറാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 2 എഴുതാനാണ് കേട്ടോ. അറക്കാനുൽ ഇജാറ, വാടക കൊടുക്കണതിൻ്റെ റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു വിധമൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത്. അടുത്ത അറക്കാനുൽ ജാലത്ത്, നമ്മൾ പാരിതോഷികം കൊടുക്കും, അതിൻ്റെ റുക്കുനുകളാട്ടോ. ജായില്, സീഗത്ത്, ജോയില്, അമൽ അല്ലേ. പാരിതോഷികം നൽകണ ആൾ, അതിൻ്റെ രൂപം, ആ പാരിതോഷികം നൽകണ വസ്തു, അതിൻ്റെ ജോലി. ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ്, എടാ ഞാൻ കുളിക്കാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങിയതേനു, എൻ്റെ കയ്യുമ്മലേ ഒരു പെണ്ണ് പറയുന്ന കൂട്ടിയാൽ മതി കേട്ടോ, എൻ്റെ കയ്യുമ്പോൾ ഒരു പവൻ്റെ നല്ലൊരു മോതിരം ഉണ്ടാവും. 1 പവൻ്റെ മോതിരം ഉണ്ടാവും എന്നുള്ളത് വേറെ കാര്യം. അത് കുളത്തേക്ക് പോയിക്കണ്, അതാരെങ്കിലും എടുത്ത് തരികയാണെങ്കിൽ 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവിടെ പണി? എന്താ അമലെന്താണ്? അത് എടുത്ത് തരിക എന്നുള്ളത്. പാരിതോഷികം എന്താ? ജോലി എന്താ? 10,000 റുപ്യ. രൂപ എന്താണ്? എടുത്ത് തരികയാണെങ്കിൽ അല്ലേ, ഇങ്ങനെ നഷ്ടപ്പെട്ടിക്കണ്, അതെടുത്ത് തരികയാണെങ്കിൽ ഇത് തരാം എന്ന രൂപത്തിൽ പറയണത്. പിന്നെ ഇത് നൽകുന്ന ആൾ, നൽകുന്ന ആളാരാ? മിക്കവാറും ഇത് നഷ്ടപ്പെട്ട ആൾ. അതിപ്പോൾ ഇനി സ്വർണ്ണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരാളുടെ പോത്തും കുട്ടി ഓടിപ്പോയി, അത് പിടിച്ചേരുന്നാൾക്ക് 1,000 റുപ്യ തരാമെന്നൊക്കെ പറയാം. അങ്ങനെ പാരിതോഷികം കൊടുക്കുക. അപ്പോൾ ഈ രൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം വിശദീകരിക്കേണ്ട പോട്ടെ. അതുപോലെ ഇറക്കാനുള്ള ആര്യത്തെ ഇറക്കാനുള്ള കയറാവുന്ന ലാഭക്കൂറ്, പിന്നെ വായ്പ കൊടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ലാഭക്കൂറ് കച്ചവടത്തിൻ്റെ റുക്കുനുകൾ, ഇതൊക്കെ നേരത്തെ പല പേപ്പറിൽ വന്നിട്ടുണ്ട്. അടുത്തത് മുഫ്ലിസ്, പാപ്പരായ ആൾ ആരാണ്, നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അപഹരിച്ച ആൾ
നിരപരാധി എന്തുകൊണ്ടെന്നുള്ള നേരത്തെ വന്നിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. മൂന്നാമത്തെ മാ ഷർത്തുൽ മൗഹൂബി അല്ലേ, നമ്മൾ സമ്മാനമായിട്ട് ഒരു സംഗതി കൊടുക്കുമല്ലോ, അതിൻ്റെ നിബന്ധന എന്താ? കൗനു അയനൻ യസിഖു ബൈകുക, വിൽക്കാൻ പറ്റിയൊരു സംഗതി ആവണം, വിൽക്കാൻ പറ്റിയ ഒരു തടിയുള്ള സംഗതി ആവണം അല്ലേ. എന്നാൽ ഈ കാറ്റ് എനിക്ക് സമ്മാനമായിട്ടൊന്നും കൊടുക്കാൻ പറ്റുമോ? കാറ്റ് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുമോ? കാറ്റിന് വലിച്ച തടിയുണ്ടോ? ഇല്ല. വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളത് വേണം സമ്മാനമായിട്ട് കൊടുക്കാനുണ്ടോ. നാലാമത്തത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുകയാണ്. അഞ്ചാമത്തത് തതകററുൽ ഉജറത്തു ബിമ അല്ലേ, വാടക സ്ഥിരപ്പെടും എന്തുകൊണ്ട്? ബി മുളിയിൽ മുദ്ദത്തി, അതിൻ്റെ നിർണ്ണയിക്കപ്പെട്ട കാലം തീരലോട് കൂടി അല്ലേ. നമ്മൾ ദാർപ്പായിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദാർപ്പായി നമ്മളെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി 2 ദിവസത്തിന് വാങ്ങി, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വാടക കൊടുക്കണം, അതിൻ്റെ കാലം എത്രയാണ്? പിന്നെ യൻഹസിലുൽ വക്കീൽ എന്നുള്ള നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അഥവാ വക്കീലിൻ്റെ സ്ഥാനം പോണ കാര്യം. പക്ഷേ അതിൽ നേരത്തെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ ഇതിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയോട് നോക്കാം. പിന്നെ ഒബി മൗത്തി, വക്കീൽ മരിച്ചു, അല്ലെങ്കിൽ ഔ ജുനൂനി, അല്ലെങ്കിൽ ഭ്രാന്തായി, ആർക്ക്? അഹദീമ, വക്കീലിനോ അല്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിച്ചാക്കോ, നിക്കാഹിൻ്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഏറ്റാക്ക്. നേരെ ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ ഭ്രാന്തായി. നേരത്തെ വിശദീകരിച്ചുകൊണ്ടോട്ട് ഞാൻ സ്പീഡ് പറയുന്നത്. അല്ലെങ്കിൽ എന്തായി? സവാരി മിൽക്കിൽ മുവക്കലി, വക്കീലിൻ്റെ സ്ഥാനം പോയി, അഥവാ ഇയാളെ വക്കാലത്ത് ഏൽപ്പിച്ച ആളുടെ സ്ഥാനം പോയി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വക്കീലിൻ്റെ സ്ഥാനം പോകുന്നുണ്ടോ. നാലാമത്തെ പേപ്പറും ഒരുപാട് ലെങ്ത്ത് വന്നു, പലതും പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പോകുന്നത്. അടുത്തത് വിശദീകരിക്കാൻ ലൂക്കത്തത്ത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, വസ്ബ് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ഇബത്ത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ആരിയത്ത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പരിഭാഷപ്പെടുത്താൻ എറിഫ് ഇസാഫവ വ വ്യക്ക സുമ്മ അരിഫ സനത്തൻ ഫ ഇൻജാ സ്വായിബുക വ ഇല്ല ഫഷൗനക ബിക, അതിൻ്റെ പാത്രവും കയറും നീ അറിയിക്കുക, പിന്നെ ഒരു വർഷം അറിയുക, പിന്നെ ഒരു വർഷം അത് നീ പരസ്യം ചെയ്യുക, അതിൻ്റെ ഉടമ വന്നാൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം നിനക്കുള്ളതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ലുക്കത്തത്തിൻ്റെ തെളിവാണ് അല്ലേ. നമുക്കൊരു സംഗതി വീണ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അത്യാവശ്യം വിലപിടിപ്പുള്ളതൊക്കെയാണെങ്കിൽ ഒരു വർഷം പരസ്യം ചെയ്യാം, ഉടമ വന്നാൽ നമുക്ക് കൊടുക്കാം, ഉടമ വന്നില്ലേ നമുക്ക് എടുക്കാം അല്ലേ. ഇനി പിന്നെയും ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഉടമ വന്നാൽ വീണ്ടും നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ ഹറമിൽ നിന്നാണെങ്കിലോ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാം? പരസ്യം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. 4 പേപ്പർ മക്കളെ കവർ ചെയ്തു. നമ്മൾ ലാസ്റ്റത്തെ 2 പേപ്പറൊക്കെ നമ്മൾ സ്പീഡിലാണ് പറഞ്ഞു പോയത്. നമുക്ക് ഇൻഷാല്ലാ കോഴ്സിൽ നമ്മളെ ലിസാന് സൂപ്പറായിട്ട് ഞങ്ങളെ സംശയങ്ങളൊക്കെ രാത്രി തീർത്ത് ഈസി ആയിട്ട് പഠിക്കണം. ലിസാൻ്റെ ഡൗട്ട് ഉണ്ടായത് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ 16 പാടാണ്, ബാക്കി ക്ലാസ്സിലൊക്കെ 10 പാടുള്ളൂ. നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അതിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. കോഴ്സിൽ ട്യൂഷനിൽ ചേരാൻ വലിയ പണിയൊന്നുമില്ല. താഴത്തെ നമ്പർ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക, ഹായ് അയക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പ് ലിങ്ക് ലഭിക്കും. കയറിക്കോളൂ. അസ്സലാമു അലൈക്കും. അള്ളാഹു നല്ല വിജയം നൽകട്ടെ.